2, 3, 4. കാത്തുവയ്ക്കും സ്വപ്നത്തിൽ കരിമ്പ് പൂക്കും കാലമായി വിരുന്നുണ്ടു പാടുവാൻ വരൂ തെന്നലേ. പൂത്തു നിൽക്കും പാടത്തെ വിരുപ്പ് കൊയ്യാൻ നേരമായി കതിർക്കറ്റ നുള്ളിയോ നീ ഇന്നലെ. കൈവള ചാർത്തിയ കന്നി നിലാവിന് കോടി കൊടുത്തൊരു രാത്രിയിൽ ഇന്നൊരിലഞ്ഞി മരത്തണലത്തു കിടന്നൊരു പാട് കടങ്കഥ ചൊല്ലി നമ്മുടെ കൊച്ചു പിണക്കവും എത്ര ഇണക്കവും ഇന്നലെ എന്നത് പോലെ മനസ്സിൽ തെളിയുന്നു. വിളക്ക് വയ്ക്കും പിന്നിൽ തൂകിയ സിന്ദൂരം കനക നിലാവിൽ ചാരിച്ചെഴുതിയ ചിത്രം. ഇടയ്ക്ക് തൂമിയത് വ്യത്യാസം വന്നു. അപ്പൊ നമ്മുടെ സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് പാട്ട് പാടിക്കൊണ്ട് തന്നെ തുടങ്ങി. നമുക്ക് ഗംഭീരമായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ റിവ്യൂലും നമ്മുടെ ഗസ്റ്റിന്റെ റിവ്യൂലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, കാണുന്നു. അപ്പൊ എന്തായാലും അത് ഭയങ്കര സന്തോഷം. കുറെ നാൾക്ക് ശേഷമാണ് 50K കഴിഞ്ഞത്. അതിന്റെ റെസ്പോൺസും ആൾക്കാർക്ക് കുറച്ചൊരു ഇമോഷണൽ ആയെന്ന് പറഞ്ഞു. കണ്ടിട്ട് ഒരുപാട് വീഡിയോ കണ്ണ് നിറഞ്ഞു, ഒരുപാട് പേർക്ക് കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം. അതൊരു ഇമോഷണൽ വീഡിയോ തന്നെയായിരുന്നു. വിഘ്നേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് കുറെ നാൾക്ക് ശേഷമല്ലേ കണ്ടത് നമ്മുടെ റിസപ്ഷൻ. നേരിട്ട് കാണാനൊക്കെ വീഡിയോയിൽ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ മുഖമാണ് ആദ്യം ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു ഷോക്കും ആ ഒരു സന്തോഷവും പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ വിഷമവും നിരാശയും മൂന്നാല് വർഷം എടുത്ത് ചോദിച്ചു ചന്തുവിനൊക്കെ ഷൂട്ട് ഉണ്ടെന്ന്. ചന്തു ഇല്ലേ? ചന്തു പ്ലീസ് മെസ്സേജ് ഹിം. എന്നെ പറ്റിച്ചല്ലോ. ഇവനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായി. ആദ്യം അവനാണെന്ന് എനിക്ക് കുറച്ചേരം എടുത്ത് പ്രോസസ് ചെയ്യാൻ. പിന്നെ അങ്ങ് കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുറച്ചേരം നീ സ്റ്റക്കായി. ഞാൻ സ്റ്റക്കായി. ഞാൻ ഇങ്ങനെ ഇവൻ വന്നാ അല്ല, ആദ്യം ഇറങ്ങിയപ്പോഴ് ബിനുവിന് പെട്ടെന്ന് ആ ഒരു ഇത് കിട്ടി, അവന് പെട്ടെന്ന് മനസ്സിലായി. പക്ഷേ ശ്രീകാന്തിന് എനിക്ക് കുറച്ച് സമയം എടുത്ത് എന്നിട്ട് എനിക്ക് പിന്നെ തോന്നിച്ചു കഴിഞ്ഞു, ഞാൻ യവന്മാരെയൊക്കെ പറ്റിച്ച്. എന്നിട്ട് ഞാൻ കുറെ പേരെ പറ്റിച്ച്, എന്നെ യവന്മാരെല്ലാം പറ്റിച്ച്, ഞാൻ കുറെ പേരെ പറ്റിച്ച്. ഞാൻ പറഞ്ഞു നസ്ലിനും ചന്തു ഒരുമിച്ച് വന്ന് നാടകം മുടക്കി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ പേരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ ഞാനല്ലേ പറ്റിയത്. എന്നിട്ട് അപ്പുറത്ത് സീക്കയൊക്കെ നിൽക്കണം. സീക്കയൊക്കെ ഞാൻ പറ്റിച്ചായിരുന്നു. ഒന്നും മനസ്സിലാവാനില്ല. ഇവൻ വന്നപ്പോ സീക്ക് വിചാരിച്ച് എന്തോ ഒരു ഭയങ്കര സംഭവം എല്ലാരും കഴിയും. ഇവർക്ക് നേരത്തെ അറിയാം. ഞാൻ വിചാരിച്ചാ ഇത് ഇവൻ വന്നോണ്ടായിരുന്നു. പിന്നീട് കണ്ടു നോക്കിയപ്പോ അവനപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നീടാണ് അവന് മനസ്സിലായത്. അല്ല, ഇവനെ ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഇമോഷണലായി. അത് കുറച്ചേരം എടുത്ത്. എന്നിട്ട് ഞാൻ അത് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്നിട്ട് പിന്നെയാണ് ഞാൻ ചോദിച്ചു, ഇനി ചന്തു വരുമോ? ചന്തുവിനൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, രാവിലെ തറ തുടച്ച് അത് സംഭവം പറ്റിക്കപ്പെട്ടല്ലേ. എനിക്ക് നിരാശയുണ്ട്. കാര്യം യവന്മാര് നമ്മളെ പറഞ്ഞു വെച്ചിട്ട് നമ്മള് പറ്റിക്കുന്ന ഗ്യാങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞു വെച്ചിരുന്നത്. അത് നമ്മൾ കുറെ പേര് പറ്റിച്ചോണ്ടിരിക്കണമാര് പറ്റിക്കപ്പെടുമ്പോ അത് വല്ലാത്ത ഈ അടുപ്പിൽ എവിടെയോ ഊതെന്ന് പറയില്ല, അതുപോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഇവര് പറയുന്നത് സർപ്രൈസ് ചെയ്യുമ്പോ നേരത്തെ പറഞ്ഞിട്ട് അത് ഈ കമ്മിറ്റിയിൽ ചേർക്കാൻ പാടില്ല. അങ്ങനെ കമ്മിറ്റി ചേർത്തിട്ട് നമ്മളെ കമ്മിറ്റിയാ സർപ്രൈസിങ് കമ്മിറ്റിയിൽ ചേർത്തിട്ട് നമ്മളെ പറ്റി. നിങ്ങൾ കൂടുതൽ ചൂഴിൽ ചിന്തിക്കാൻ സാധ്യത. ഇതിന്റെ തലയ്ക്കും തലേദിവസം ഞാൻ അവന്റെ ചോദിച്ചേട്ടാ വിഘ്നേഷിന്റെ പറഞ്ഞ എന്ത് ചോദിച്ചെന്ന് പറഞ്ഞു കാറിൽ വെച്ചിട്ട്. അപ്പൊ ഇവൻ പറഞ്ഞ് വിഘ്നേഷിന്റെ പറഞ്ഞ് സ്റ്റുഡിയോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ വരുമ്പോ കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ കിടന്ന് ചിരിച്ചോ പാവം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പാവം. അപ്പോഴും ഞാൻ അല്ല, ഞാൻ ഇവരുള്ളപ്പോഴും ചന്തു പറഞ്ഞായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതല്ലടാ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു ചന്തു പറഞ്ഞെന്നുള്ള കാര്യം.
അത് കുറെ മാസങ്ങളായോണ്ട് മെത്തേഡ് ആക്ടിങ്. കുറെ മാസങ്ങളായോണ്ട് അത് ഞാൻ തന്നെ അങ്ങ് വിശ്വസിച്ചു ചന്തു വരും. അതുകൊണ്ട് ടങ് സ്ലിപ്പോ അങ്ങനെ ഒരു സാധനം വന്നില്ല. പെട്ടെന്ന് ഇവനാണെന്ന് അവസാനം അവന്റെ അഭിനയകാലം അങ്ങ് പുറത്തെടുത്താണ്. ടൈം എടുത്തവൻ പറയണത് മറ്റേ ഞാൻ എങ്ങനെ ഈ ക്യാരക്ടറിലേക്ക് സീരിയസ്ലി ഞാൻ ചന്തു എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നേനെ. മിസ്റ്റേക്ക് വന്നേ സർപ്രൈസിങ് ഫാക്ടർ പിന്നീട് നമ്മൾ പറയാന്ന് പറഞ്ഞു. ആ പിന്നീട് ഇപ്പോഴാണ് സർപ്രൈസിങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഒരു വലിയൊരു ഇതായി പോയത്. എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല? ഇവന്റെ സർപ്രൈസ് അതൊരു കഥയാണ്. അതൊരു കഥയാണ്, വല്ലാത്തൊരു കഥയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് തലേന്ന് ഇവിടെ നിന്ന് ഒരു മിനുക്ക് പണികളും കാര്യങ്ങളും ഇവിടെ മൊത്തമൊക്കെ വൃത്തിയാക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി. 7 മണിയൊക്കെ ആയി കാണും. അത് കഴിഞ്ഞിട്ട് നമ്മള് ബൈന്ന് പറഞ്ഞു ഞാൻ ഇവനെ വിളിച്ചായിരുന്നു. ഇവനെ വിളിച്ചിട്ട് നീ സ്കൂളിന്റെ അവിടെ ഒന്ന് നിൽക്കൂ, ഒന്ന് വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവൻ പറഞ്ഞതിന് മുമ്പേ പറയണം. വിഘ്നേഷ് ആണ് പറഞ്ഞത് ഷൂട്ട് ചെയ്യണോണ്ട് തലേ ദിവസം പറയാന്ന് വിചാരിച്ച് വിളിച്ചു നിർത്തി. വിളിച്ചു നിർത്തിയപ്പോഴ് അരുൺ പറഞ്ഞു, എടാ ഉല്ലാസിന് സർപ്രൈസ് കൊടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഓക്കെ സർപ്രൈസ് കൊടുക്കാം. ഇങ്ങനെ വണ്ടി കയറി കാർ കയറി അരുണിനും കൂടെ വന്ന് എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ പോയിട്ട് വിഘ്നേഷ് വരുമ്പോഴ് ഇവന് മറ്റേ നമ്മള് വീഡിയോ എടുത്തിട്ട് ഇവന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു സെറ്റ് ചെയ്തത്. അതിന് വേണ്ടിട്ട് പറഞ്ഞ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തു വരുന്ന ആദ്യം പറഞ്ഞ ചന്തുവിനെ പിക്ക് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് കയറ്റിയത്. എന്നിട്ട് പോണ വഴി പറഞ്ഞ്, എടാ ഒരു സർപ്രൈസ് ഉണ്ട്, ചന്തു അല്ല വരുന്നത്, ശരിക്കും നെസ്ലിനാണ് വരണേന്ന് പറഞ്ഞു. എന്നിട്ട് വരിക ഓരോ കഥകൾ അടിച്ചു കിടക്കുന്നത്. അവന് നമുക്കിന്ന് പോയി മീറ്റ് ചെയ്യണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അത് ഷൂട്ട് ചെയ്ത് വെക്കണം, നമുക്ക് ബിഹൈൻഡ് ദ സീനൊക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി വിടുന്നു രണ്ടുപേരും കൂടെ. അപ്പൊ ആദ്യമേ എന്റെ അടുത്ത് ചോദിച്ചു, വിശ്വസിച്ചു വന്നു അങ്ങനെ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു നീ വിശ്വസിക്ക ഉല്ലാസല്ലേ, കുറച്ച് ഒരു സ്കെപ്റ്റിക്കലാണല്ലോ. നമ്മൾ പറഞ്ഞ വിശ്വസിക്കൂല. നിനക്ക് വിശ്വാസം ഇല്ലേടാ? ഇല്ല 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 എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇവര് കുറച്ചും കൂടെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ഹോട്ടലിൽ വിളിക്കുന്ന കാര്യം അങ്ങനെ കാര്യം. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഇങ്ങനെ കേറിയിട്ട് അരുൺ അറിഞ്ഞൂടാ നസ്ലിൻ എന്ന് പറയുമെന്ന്. അപ്പോഴേ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എടാ യഥാർത്ഥത്തിൽ ചന്തു അല്ലേ പറഞ്ഞ നസ്ലിനാണ്. അപ്പോഴ അരുൺ ഇങ്ങനെ എഴുതിട്ട് ഞാൻ ഇത് ഞാൻ അഭിനയിക്കണമല്ലോ. അപ്പോഴ് നസ്ലിനാണെന്ന് പറഞ്ഞു. ആദ്യം അവന് വിശ്വാസം ഇല്ലായിരുന്നു. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് വലിയ കാര്യത്തിൽ ഓട്ടിച്ച് ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് കൊണ്ട് കയറ്റി. അപ്പൊ ഞാൻ ചോദിച്ചത് ഇന്റർനാഷണലി പോണത് വല്ലപ്പോഴൊക്കെ വരുള്ളൂ. പക്ഷെ അപ്പൊ പറഞ്ഞ് ദുബായിൽ നിന്നാണ് വരുന്നത്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അവസാനത്തെ ഈ ഇത് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞില്ലേ, വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. ശരിയെന്ന് പറഞ്ഞ് നമ്മള് തമ്മിലൊരു സംസാരം. അപ്പോഴത്തേക്ക് ഏകദേശം അവൻ എനിക്ക് ടെൻഷൻ ആവുന്നതാ എങ്ങനെ മിണ്ടോടെ ഏകദേശം നസ്ലിനാണെന്ന് വിശ്വസിച്ചു കേട്ടാ. എത്തിയപ്പോഴത്തെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്നിട്ട് എനിക്ക് ടെൻഷൻ ആവണ്ട, നീ പോവൂ, നീ ഒന്ന് ഇത് ചെയ്യൂ, എനിക്ക് ടെൻഷൻ, ഞാൻ ക്യാമറ എടുക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് പയ്യൊന്ന് ഫ്ലാറ്റ് ആയി. എന്നിട്ട് പറഞ്ഞിട്ട് ഇവൻ ഈ എയർപോർട്ടിന്റെ കാര്യം ദുബായ് എന്നും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എയർപോർട്ട് കാണുമ്പോ ഇവന് കത്തുമെന്ന് വിചാരിച്ചു. എയർപോർട്ട് കാണുമ്പോഴ് വിഘ്നേഷ് ആണോ പറഞ്ഞതെന്ന് ഇവന് ഇങ്ങനെ കൊനഷ്ട് കുത്തി വെച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ ആവോന്ന് പക്ഷെ ഞാൻ ചിന്തിച്ചില്ല. അവന്റെ മനസ്സിൽ വിഘ്നേഷേ കാണുന്നില്ല. ഇവന്റെ മനസ്സിലില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങളെ മനസ്സിൽ കാണേരിയില്ല. കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ടോപ്പ് കമന്റ് വിഘ്നേഷ് ആണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു ആംഗിളെ ചിന്തിക്കൂലെന്ന് വിചാരിച്ചു. അപ്പോഴേ ഇങ്ങനെ എന്നിട്ട് നമ്മള് ഇൻട്രോ അല്ല ബിഹൈൻഡ് ദ സീൻ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഗസ്റ്റ് വന്നിരിക്കുകയാണ്, ഗസ്റ്റിനെ സ്വീകരിക്കാൻ പോവുകയാണ്. അവർക്ക് നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ഇന്ന ആളാണ് വരുന്നത്, അവരെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇൻട്രോ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ക്യാമറ എടുത്തിട്ട് ഗസ്റ്റിനെ കാണിക്കും. നമ്മൾ പോയി ഗസ്റ്റിനെ കണ്ട് ഇത് ഒന്ന് എയർപോർട്ടിന്റെ അടുത്ത് പോയിട്ട് ഗസ്റ്റിനെ കാണിക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് റിയാക്ഷൻ എടുക്കാൻ വേണ്ടി.
അപ്പോഴും നമ്മള് ഫസ്റ്റ് ഇവൻ ക്യാമറ എടുത്ത് നമ്മളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൈയാണ് ഞാൻ ഇങ്ങനെ ഹലോ ഗൈസ് എന്ന് പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഇത് തിരിക്കുന്ന കൈ കാണിക്കുന്നത്. അപ്പോഴവൻ ഇങ്ങനെ അവനൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നൈസായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഒരാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴ ഇവൻ മറ്റേ ഇവന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു, ഇവൻ തലയിൽ കൂടെ വന്ന് മറ്റേ ഇവന്റെ ഇംപ്രോവൈസേഷൻ ഉണ്ടല്ലോ എന്ന് വെച്ചാ തലേന്ന് വന്നിട്ട് മറ്റേ മുടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ മറ്റേ ഒളിച്ചു പറഞ്ഞത് ഒളിച്ച് ഇങ്ങനെ ഒളിച്ചു വന്നിട്ട് അങ്ങനെ ബാക്കിൽ കൂടെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇവൻ വന്നു. ഒന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നു, ഒന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നു. പെട്ടെന്ന് കണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ എന്റെ നല്ല എക്സ്പ്രഷൻ ആയിരുന്നു, അടിപൊളി എക്സ്പ്രഷൻ ആയിരുന്നു. നിങ്ങളാ ഇങ്ങനെ അടിപൊളി നീ എന്തിനാ ഇതിന്റെ ഇടയിൽ കൈ നിട്ടത്? അതൊരു വലിയ സ്റ്റോറി. പറഞ്ഞ കഥ അതിന് റീസൺ പറഞ്ഞത് ഞാൻ നിന്ന് അതാണ് എന്റെ POV. അത് ഞാൻ പറയാം. പറ. ഞാൻ 23-ാം തീയതി ഇത് ഇത്രയും പ്ലാനുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പോളണ്ടിൽ എൻ്റെ സ്ഥലത്ത് നിന്ന് ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തുന്നത്, ട്രിവാൻഡ്രം എയർപോർട്ടില്ല, ട്രിവാൻഡ്രം എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 2 ബസ്, ടാക്സി, ബസ്, പിന്നെ ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊച്ചി വന്നിട്ട് ക്യാബ്, അവിടെ നിന്ന് ട്രെയിന്, പിന്നെ ഇവിടെ നിന്ന് വന്ന് പിക്ക് ചെയ്യാനുള്ള വേണ്ടി ഇത്രയും കാര്യങ്ങളൊരു നിരന്തരമായിട്ട് സീക്വൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം 25-ാം തീയതിയാണ് വെച്ചിരുന്നത്, ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ അത് 26-ാം തീയതി ഡിലേ ആയിപ്പോയി. 25-ാം തീയതി വൈകുന്നേരം ആയി പോകുന്ന പറഞ്ഞു. അല്ല 23-ാം തീയതി. അപ്പൊ ഇതൊരു പ്ലാനും തെറ്റാൻ പാടില്ലെന്ന് വേണ്ടി ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ബസ് ടിക്കറ്റ് കുറച്ച് നേരത്തെ എടുത്തു. അതായത് എൻ്റെ റോസ്റ്റർ സിറ്റിയിൽ നിന്ന് നേരത്തെ ഇറങ്ങി ബസ്സിൽ കയറി. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഫ്ലൈറ്റിന് ഞാൻ തലേന്ന് കയറിയിട്ട് രാവിലെ 3:30 ആയപ്പോ ഞാൻ എയർപോർട്ട് എത്തി. എന്റെ എയർപോർട്ടിൽ ഇരുന്നു ഉച്ച വരെ. ഉച്ച 6 ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് മുമ്പേ ആയിട്ട് ഒരു ഫ്ലൈറ്റ് അനൗൺസ് ചെയ്ത് ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ. അപ്പൊ ഞാൻ ആലോചിച്ച് ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആകുമ്പോഴത്തേക്ക് 50 മിനിറ്റ് ഷാർജയിൽ അടുത്ത ഫ്ലൈറ്റിനേ ഉള്ളൂ. അടുത്ത ഫ്ലൈറ്റ് പോയി. അതാകുമ്പോഴത്തേക്കും വേറെ ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്ത് ഞാൻ കൊച്ചിയിലെത്തിയാലും എനിക്ക് ക്യാബ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുള്ളി അറിയാനുള്ള ആളാണ്. പുള്ളി അവിടെ നിന്ന് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നാലും 5:20 ഞാൻ 3:30 എയർപോർട്ടിൽ എത്തുന്നത്. രാവിലെ 3 മണിക്ക് എയർപോർട്ടിൽ 3 മണി 3:30 ആ ടൈമിലാണ് എത്തുന്നത്. എങ്ങനെ പോയാലും ഞാൻ അവിടെ ഇത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച് 5:20 ട്രെയിൻ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മൊത്തം പ്ലാനും പൊളിഞ്ഞു. ഇത് എറണാകുളത്ത് വരണമുണ്ട്. എറണാകുളത്താണ് ഇറങ്ങിയ എറണാകുളത്താണ് ടിക്കറ്റ്. പ്ലാൻ എറണാകുളത്ത് 25-ാം തീയതി രാവിലെ എറണാകുളത്ത് എത്തണം. അവിടെ നിന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നിട്ട് വേറൊരാള് പോയി ട്രെയിനിൽ പോയി നേരിട്ട് നമ്മള് കാണാതെ തന്നെ നേരിട്ട് കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇതെല്ലാം താളം തെറ്റി. 2 മണിക്കൂർ ടേക്ക് ഓഫ് ഡിലേ ആയി, ഡിപ്പാർച്ചർ ഡിലേ ആയി, ബാക്കി മൊത്തം കുളമായി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് 12:10 കയറേണ്ട ഫ്ലൈറ്റ് 2 കഴിഞ്ഞിട്ടാണ് എടുത്തത്. ആ ഫ്ലൈറ്റ് ഷാർജ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടൊന്നുമില്ല, ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴെന്ന് അവർ പറയണില്ല. ഒരു ഷാമിയാൻ ഒരു സാധനം കെട്ടി എടുത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി. അവിടെ ആണെങ്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചുറ്റും ഇന്ത്യക്കാരന്മാരാണോ ബംഗ്ലാദേശുകാരാണോ എന്ന് അറിഞ്ഞൂടാ, തറയിലൊക്കെ പാ വിരിച്ച് കിടക്കണം. അവര് 2 ദിവസമായിട്ട് അവിടെ ഉണ്ടെന്ന്. ഇത്രയും ഗതികെട്ടോ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് പാ വിരിച്ച് വേറെ ആൾക്കാർ കിടപ്പുണ്ട്. അവർക്കൊരു പരാതിയില്ല. കാരണം ഒരു AC അവർക്കൊരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. സംഭവം ഞാൻ എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ട്രാവലാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ച് വയറ് കൊള്ളാക്കാൻ പറ്റില്ല. പിന്നെ ബാത്റൂമിൽ പോകാൻ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകണം എന്നുള്ള പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടും പരിമിതമായി ഇത്രയും നേരം ഉള്ളതുകൊണ്ടും ഞാൻ ഇത് ഫുഡ് കുറച്ച് കഴിച്ച് നമുക്ക് പോകാൻ പറ്റും. അല്ല, ഞാൻ എല്ലാ ട്രാവലിലും ഫുഡ് റെസ്ട്രിക്ട് ചെയ്യാം. ഒരു 24 മണിക്കൂർ മുമ്പേ ഞാൻ ഫുഡ് കുറയ്ക്കും. അതേപോലത്തെ ഒരു രീതിയിലോട്ട് ഞാൻ മോഡിലോട്ട് മാറും, ട്രാവൽ മോഡിലോട്ട് മാറും. അതെനിക്ക് എല്ലാ ട്രാവലും, ഈവൻ ട്രെയിൻ ആയാലും ബൈക്കായാലും ഉള്ളതാണ്. അങ്ങനെ കഴിച്ചില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ച്, എന്തോ പായത്തിന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ച്, ഒരു പാക്കറ്റിൽ വെള്ളം വാങ്ങിച്ചു വെച്ച്. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി. ഞാൻ ഫ്ലൈറ്റ് ഷാർജ എത്തിയപ്പോൾ ഞാൻ എന്നെ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞു, എടാ കോംപ്ലിമെന്ററി ആയിട്ട് തരേണ്ട സാൻഡ്വിച്ച് എനിക്ക് കിട്ടിയില്ല.
സാൻഡ്വിച്ച് വേണമായിരുന്നോ ചേട്ടാ ഓർഡർ ചെയ്തോ പറഞ്ഞില്ലല്ലോ ഞാൻ ഓർഡർ ചെയ്യല്ലോ ബ്രോ ഏത് എയർ അറേബ്യ അതിലൊന്നും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓക്കെ അപ്പം അവരെ മിസ്റ്റേക്ക് അല്ല എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ അവര് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, നോമ്പ് തുറക്കാൻ നേരം ആയപ്പോഴത്തേക്ക് അവർ മറ്റേ ഈന്തപ്പഴം കൊണ്ടുവന്നു. ഈന്തപ്പഴവും മറ്റേ കപ്പില് മറ്റേ പ്ലാസ്റ്റിക് കപ്പ് കണക്കുന്ന സാധനത്തിൽ വെള്ളം കൊണ്ടുവന്നു. അത് ഇഷ്ടമുള്ളായിരുന്നു. ഇത് ഈന്തപ്പഴം മാത്രമേ ഉള്ളൂ. അതാ കഴിച്ചത്. ഏതെങ്കിലും കിട്ടിയില്ല എന്നൊരു സമാധാനം. അപ്പൊ എന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ഫുഡ് ഒന്നും കിട്ടി? എയർപോർട്ടിൽ വന്നവരൊന്ന് അവിടെ ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞൂടാ. പോളിഷുകാർ മൊത്തം ബേളം. അവര് കുറച്ചു നേരം സമാധാനമായിട്ടിരുന്നെങ്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേ ഒരു ബോണ്ടാക്കാൻ തുടങ്ങി. എന്താണ് ഇത് ഭയങ്കര ബോളായി. പിന്നെ അവരെല്ലാവരും സെറ്റിൽ ഉണ്ടെങ്കിൽ അവരെ പല ഫ്ലൈറ്റുകളിൽ അവർ ഹോട്ടലുകളിലാക്കി. അപ്പോഴും നമ്മൾ ഇന്ത്യൻസ് ആണല്ലോ, നമുക്ക് അവിടെ പ്രയോറിറ്റി ഇല്ലായിരുന്നു. നമ്മളവിടെ ഇരുന്ന് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ രാത്രി 10:30 11 മണിക്കാണ് അവിടെ എത്തുന്നത്. വിശന്നാണ് വന്നിരിക്കണത്, ഒന്നുമില്ല. അപ്പം പിന്നെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിച്ച് 2-3 ബിസ്ക്കറ്റ് കഴിച്ചു. കാരണം ഇത്ര നേരം ഇവിടെ ഇരിക്കുന്നൊരു പിടുത്തമില്ല. അപ്പോഴും നമ്മൾ കാരണം ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ പോയിരുന്നു. ബാത്റൂം കണ്ടപ്പോൾ മനസ്സിലായി സെറ്റ് ആകൂല. എയർപോർട്ടിൽ കൊള്ളൂലേ? എയർപോർട്ട് അല്ലടാ, ഒരു ഷാർപ്പിനെ കെട്ടി വെച്ചിട്ട് എയർപോർട്ടിന് പുറത്തിറങ്ങി. എയർപോർട്ടിന്റെ പുറത്തല്ല, അത് എയർപോർട്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഒരു ഷാമിയാൻ എയർപോർട്ടിന്റെ അകത്തല്ലേ? എയർപോർട്ടിന്റെ ഷാമിയാന്റെ അകത്താണോ ബാത്റൂം? എനിക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടില്ലേ. ഇവര് നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇതേ ഒരു റൂമിന്റെ അകത്താണ് കൊണ്ട് കയറ്റിയത്. അതിന്റെ അകത്തൂടെ കുറെ പോയി കഴിയുമ്പോൾ ഇതുണ്ട് കല്യാണ പന്തൽ കിട്ടുമല്ലോ, അതേ വെള്ള കളറിലൊരു സാധനം തൽക്കാലം ഇതാക്കിയിട്ട് ഈ മരുഭൂമിയിലൊക്കെ ടെന്റ് അടിച്ച സെറ്റപ്പ് പോലെ, ആ സെറ്റപ്പ് പോലത്തെ ഒരു സാധനം. അറബി കഥയിൽ ലാസ്റ്റ് ഇല്ലേ അവരെ കൂട്ടണ അതിന്റെ അതിനകത്തെല്ലാം കൂടെ പിടിച്ചിട്ടെങ്കിലും കുറെ കസേരയും ബെഞ്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ആകെ ചാർജ് ചെയ്യാനും ഒരു വകുപ്പും ഇല്ല. ആകെ സ്റ്റക്കായിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് കേട്ടോ. ബാത്റൂം ആണെങ്കിൽ വലിയ വൃത്തിയില്ല. വൃത്തിയില്ലെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ കിടക്കല്ലേ, ഉപയോഗിച്ച് ഒരു സ്മെല്ലും ഇതൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഫുഡ് വീണ്ടും കഴിക്കണ്ട, ഇത് വാങ്ങിച്ചും കഴിക്കണ്ട. കാരണം എൻ്റെ ഇരിക്കുന്നത് അവിടുത്തെ കാർഡും പിന്നെ ഇന്ത്യൻ റുപ്പിയും. ഇവിടെ ആണെങ്കിൽ AED ആണ്. എന്ത് ചെയ്യും, ചാർജസ് എത്ര വരുമെന്ന് പറഞ്ഞു ഇവിടെ ചെയ്യണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കുഴപ്പമില്ല ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഇരുന്ന് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആവാറായപ്പോഴത്തേക്കും ഒരു മലയാളി പയ്യുണ്ട്. അവന് എന്നെ അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കോട്ടയംകാരനാണ്. എനിക്ക് പേര് ഓർമ്മയുണ്ട്, റൂബൻ എന്നാണ് പേര്. അവിടെ എയർപോർട്ടിൻ്റെ സ്റ്റാഫാണ്. എയർ അറേബ്യയിലാണോ എന്ന് എനിക്കറിയത്തില്ല, സ്റ്റാഫാണ്. പുള്ളി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് അത്യാവശ്യം എത്തേണ്ട ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ചേട്ടാ ഇവിടെ എനിക്ക് ഇപ്പോൾ വരാമെന്നായിട്ട് പയ്യൻ എന്നെ കൊണ്ടുപോയിട്ട് മുകളിൽ അവർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് സെറ്റ് ചെയ്തു. അത് കൊച്ചിയിലോട്ടല്ല, പകരം എനിക്ക് ട്രിവാൻഡ്രത്തോട്ട് തന്നെ ആക്കി സെറ്റ്. അങ്ങനെ ഒരു സമാധാനമായി. ഞാൻ രാവിലെ തിരിച്ച് കയറി വന്നിട്ട് ടിക്കറ്റ് ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ അകത്തോട് തന്നെ എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ അടുത്തേലും ഉണ്ടായിരുന്നല്ലേ ഷോപ്പ്, ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു, ചായക്കട. പാനിക്കായിരുന്നു. കാരണം എപ്പോഴാണ് ഇതാകുന്ന ഫ്ലൈറ്റ് ഇല്ലെന്ന് പറയുമ്പോഴേ ഒരു ഫ്ലൈറ്റിനൊരു ഇത് ചോദിച്ചാൽ പറയാൻ വീട്ടിൽ പറയണ്ടേ. ഞാൻ ഇത് പ്രയോറിറ്റി ആയിട്ട് ഞാൻ ഇത്രയും 3 ദിവസം ഞാൻ പോകുന്നതിന്റെ അന്ന് മുതൽ 3 ദിവസമായി ഞാൻ വീട്ടിൽ കോൺടാക്ട് ചെയ്തിട്ട്. ഞാൻ കൊച്ചുമായിട്ട് സംസാരിക്കുന്നില്ല, വീഡിയോ കോൾ ചെയ്യുന്നില്ല, സാധാ കോള് തന്നെ കുറവ്. അങ്ങനെ ഞാൻ ആകെ പാനിക്കായിട്ട് എന്നിട്ട് ഞാൻ സൈലന്റ് പോകും. എന്തായാലും ഇതുവരെ ആയി, ഇത് നോക്കാം, ഏതൊരു പോകുന്ന നോക്കാം, ഇല്ലെങ്കിൽ അവസരം പൊളിയുമ്പോൾ സംസാരിക്കാത്ത രീതിയിൽ നിന്ന്. അപ്പൊ രാവിലെ ടിക്കറ്റൊക്കെ കിട്ടി, വെളുപ്പകാലം ടിക്കറ്റൊക്കെ കിട്ടി. പിന്നെ എന്ത് ചെയ്യണം അത്രയും നേരം. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അവസാനം 1 മണിക്ക് ഫ്ലൈറ്റ് കയറിയാണെങ്കിൽ അങ്ങോട്ട് വരണം. അപ്പൊ എന്റെ ഇത്രയും ദിവസത്തെ ടൈമും എല്ലാം പോയിരിക്കുകയാണ്. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇത്രയും ടൈം പോയി. ഇനി ഞാൻ വീട്ടിൽ വിളിച്ചിട്ടില്ല. അതിന് ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറിയതും സ്വിച്ച് ഇട്ട പോലെ മറ്റേ AC ഒക്കെ നിന്നു. അകത്ത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ അകത്ത് ഇതില്ലായിരുന്നു. ഇറങ്ങി പറഞ്ഞിടത്ത് AC ഇല്ല, ചൂട്. അങ്ങനെ ഗേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചൂടായി. അല്ല ഗേറ്റ് കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോ അല്ലല്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ചൂട്. ഡ്യൂട്ടി ഫ്രീ അവിടെ എല്ലായിടത്തും ചൂട്. അത് ചിലപ്പോ അവിടുത്തെ തണുപ്പ് ഇങ്ങോട്ട് വന്നോണ്ടായിരിക്കും. ഇല്ലടാ, ഞാൻ ഇതുവരെ വന്നിട്ട് ഇതുവരെയും AC ഇല്ലാത്തൊരു ഇത് എയർപോർട്ടിനകത്ത് കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തോ എനിക്ക് യൂറോപ്പിലെ ടെമ്പറേച്ചർ പറ്റാത്തുണ്ടല്ലോ. ഫ്ലൈറ്റിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോ എനിക്ക് നല്ല ചൂടായിട്ട് തോന്നി. ഈ AC ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എക്സൈറ്റ്മെന്റിൽ ഞാൻ ഒരു മാസ്ക് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ് മുഖം ആരും കാണരുത്, അതൊരു മാസ്ക് വാങ്ങിച്ചിട്ട് പേയ്മെന്റ് ആവാനില്ല. പേയ്മെന്റ് ആവാത്ത ഞാൻ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അയച്ച് ക്രെഡ് ഉപയോഗിച്ചല്ല, അവിടെ നിന്ന് സ്റ്റാഫിന് അയച്ചിട്ട് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി. വലിയൊരു നാടിന്റെ ഭംഗി. പിന്നെയാണ് ആലോചിച്ചത്,
ചേട്ടാ പെട്ടിയോടെ പോയി, പെട്ടിയാ കടയിൽ ഇരിക്കണം അകത്ത്, എയർപോർട്ടിന്റെ അകത്ത്, തിരിച്ച് കയറാൻ സമ്മതിക്കില്ല. പിന്നെ ചെന്ന് ഞാൻ അവിടെ CRP ഓഫീസർ ഉണ്ടായിരുന്നില്ല, അവരോട് സംസാരിച്ചു. അല്ല CRPF അല്ല, CSF അവരോട് നിന്ന് സംസാരിച്ചു. അപ്പൊ അവരെന്റെ പാസ്പോർട്ട് വാങ്ങിക്കുന്നു, വെരിഫൈ ചെയ്യുന്നു, പെട്ടി എന്തിനകത്ത് വെച്ചെന്ന് ചോദിക്കുന്നു, ക്വസ്റ്റ്യനിങ്. കുറെ കഴിഞ്ഞിട്ട് വേറൊരാളെ വിളിച്ചു പറഞ്ഞ് മറ്റേ ബാക്കി ഡോക്കിലൊക്കെ വിളിച്ചു പറഞ്ഞു പെട്ടി കൊണ്ടുവന്നു. അതും വാങ്ങിച്ച് ചേട്ടാ ഇത് എന്തും കഷ്ടകാലമാണ്, ശരി എന്റെ കാര്യം ഗതിയിട്ട് വേറെ ആരെയും ഉണ്ട്. അങ്ങനെ പോയി ഞാൻ ദാസിന് മെസ്സേജ് അയക്കുന്നു, പിക്കപ്പ് ചെയ്യാറാ. എടാ വെയിറ്റ് ചെയ്യും, നമ്മള് ഉല്ലാസിനെ കൊണ്ടുവരുന്നുണ്ട്, അവന് സർപ്രൈസ് കൊടുക്കുന്നത്. പ്ലാനിലേ ഇല്ല. അപ്പൊ 7 മണിയാകുമ്പോ ഞാൻ അവിടെ എയർപോർട്ടിൽ കാണുന്ന പോയവനാണ്. 7 മണിയായിട്ട് എയർപോർട്ടിൽ വന്നില്ല. ഞാൻ അവിടെ എത്തോളെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എത്ര മണിക്ക് വന്നു? കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയമാവൂലേ? ഇല്ല, ഒന്നുമില്ല, പെട്ടെന്ന് അപ്പൊ തന്നെ കഴിഞ്ഞങ്ങ് പുറത്തിറങ്ങിയടാ. നമ്മള് പോസ്റ്റ് ആക്കിയെന്നാണ് പറയുന്നത്. നല്ല പോസ്റ്റായി, കാരണം 1 മണിക്കൂറിന് മുകളിൽ പോസ്റ്റായി. അപ്പൊ ഞാൻ ഈ മറ്റേ ചൂടത്തിറങ്ങിയ പട്ടിയെ പോലെ ഈ അവസ്ഥയായി. ചൂട് കാരണം പുറത്ത് ആവി ഇങ്ങനെ എടുത്തോണ്ടിരിക്കണം. പെട്ടെന്ന് ഇറങ്ങിയതല്ലേ അതിന്റെ ഒരു ഇത്. അപ്പൊ ഞാൻ അവിടെ പോയി പാർക്കിലോട്ട് പോയിരുന്നു. ഈ ചൂടെടുത്ത് എന്ത് ചെയ്യാൻ അറിയണത്, കൊതുകടി തുടങ്ങി. കൊതുകടി അതിൻ്റെ കൂടെ ഞാൻ മറ്റേ അവിടെ നിന്ന് ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഇരിക്കുന്നു, ഇതെല്ലാം അഴിച്ചു വെക്കണ്ടേ. ഇതെല്ലാം അവിടെ നിന്ന് അഴിച്ചഴിച്ച് ഈ പെട്ടിയിലോട്ട് മേളിലോട്ട് ഇട്ടുണ്ടെങ്കിൽ, കാരണം ഇത്രയും സാധനങ്ങളുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധനമെല്ലാം എന്റെ ദേഹത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടെ പെട്ടി വെച്ചിട്ട് ഇരിക്കുന്നു. കൊതുകടിയുള്ളതായിരിക്കും. അതിന്റെ കൂടെ പൂച്ച വന്ന് എന്റെ പെട്ടിയിൽ വന്ന് നിൽക്കുന്നത്. അതിനെ എടുത്ത് കുറച്ച് നേരം കളിച്ചോണ്ടിരുന്നു. അതിലാണ്ടോ ഞാൻ നല്ല സാധനം ഉണ്ട്, ഒരു പൂച്ച ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിരുന്നേ. ഇവര് പോയപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞ മുമ്പേ അത് പോയി. ഇതല്ലേ പ്രഷ്യസ് അല്ലേ, മൈനസ് ഇത്ര ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വിഗ്രഹം പോലെ അവിടെ ഇറങ്ങുമ്പോഴും ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ എന്റെ പെട്ടി മൈനസ് ഡിഗ്രിയിൽ വെക്കണം, നീ AC ഇട്. ഇവിടെ വന്നതിന്റെ ഒന്നും അങ്ങനെയായിരുന്നു. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ത് സാധനം ആണോ അതിലെന്ത് പറയില്ലേ, ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത്ര ഒരു 30 കിലോ ഉള്ള പെട്ടി എപ്പോഴും പറയും മനസ്സിൽ വെക്കും. ഞാൻ ഇച്ചിരി മീൻ വല്ല കൊണ്ടുവരും. കണ്ടിട്ട് ദുബായിലൊക്കെ ആൾക്കാർ മീനൊക്കെ ചിലപ്പം കെട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പൊ ഇതെല്ലാം കൂടെ ഇരിക്കല്ലേ, അത് കാരണം ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ ലേറ്റ് ആയത് കാരണം അത് അലിഞ്ഞു പോയി, കൊറേ അലിഞ്ഞു പോയി മുട്ടായി. അപ്പൊ അങ്ങനെ ഇതായിട്ടിരുന്നപ്പോഴാണ് പ്രശ്നം. അപ്പൊ ഈ കുറെ നേരമായിട്ട് എവന്മാരെന്ന് വെച്ചാൽ ഞാൻ ഇവന്മാര് പറഞ്ഞ കണ്ട് വണ്ടി പിന്നെ കാണാനില്ല, ഇവർ പുറത്തിറങ്ങി പിന്നെ ഇവന്മാരെ കാണാനില്ല. ഞാൻ ഇങ്ങനെ നോക്കണേ, എനിക്ക് പെട്ടെന്ന് കൊണ്ട് ഇവന്മാരെ ഇതാക്കാനും പറ്റില്ല. ഞാൻ വെയിറ്റ് ചെയ്യണം, ഇവന്മാര് ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് ഞാൻ എപ്പോൾ എൻട്രി കൊടുക്കുന്നുണ്ട്. എനിക്ക് കാരണം ഫോൺ ഫ്ലൈറ്റ് മോഡിൽ മാറ്റാൻ പറ്റില്ല, കാരണം ഫ്ലൈറ്റ് മോഡിൽ നിന്ന് മാറ്റി ഇൻ കേസ് എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഓൾറെഡി ഡൗട്ട് ഇങ്ങനെ ഉണ്ട് മൊത്തത്തിൽ, കാരണം ഇത്രയും നേരമായിട്ടില്ല. ഒരു ഡൗട്ടിന് ചാൻസ് കൊടുക്കേണ്ടത് കരുതിയാണ് ഞാൻ നെറ്റ് കിട്ടുന്നില്ല, ഇവിടെ വൈഫൈ ഇല്ല, വൈഫൈ കംപ്ലൈന്റ് ആണ്, ഇങ്ങനെ പറഞ്ഞു ഞാൻ തള്ളി നീക്കൊണ്ടിരിക്കും വീട്ടില്. പുള്ളിക്കാരി ചിലപ്പോ യുദ്ധം എന്നൊക്കെ അന്ന് ഇല്ലേ, ഉക്രൈനൊക്കെ അടുത്തല്ലേ? ഉക്രൈൻ അടുത്താണ്, പക്ഷേ അത് കുറച്ച് ദൂരെയാണ് ആവശ്യത്തിന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പോസ്റ്റ് ആക്കി ഡിലേ ആക്കി. എന്നിട്ട് അവന്മാര് വന്നിട്ട് അവനവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് ചൂടും കൊതുകടിയും എല്ലാം കൂടെ ആയിട്ട് ഞാൻ 1 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നാ നിനക്കൊന്ന് മാറി നിന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഇനിയാണ് കോൺടാക്ട് ചെയ്ത് കട്ട് ചെയ്തു. എന്നാ പിന്നെ നിനക്കത് വെയിറ്റ് ചെയ്തൂടെ? എത്ര നേരം? 1 മണിക്കൂർ. സൂപ്പിന്റെ ബലം ചെയ്യും. ഞാൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, മനസ്സിലായില്ലേ? കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാ കാരണം ഒരു യാത്രക്കാരൻ പുലർത്തേണ്ട കുറച്ച് മാന്യതോടെ ഉണ്ട്. അത് ഞാൻ എയർപോർട്ടിൽ പുലർത്തി. വിളിക്കാൻ വരുമ്പോ അതിന്റെ രീതിയിലല്ലേ ഇറങ്ങാം. അത് ശരിയാണ്. അവരെന്നെ പിടിക്കൂല. എയർപോർട്ടിനകത്തിരിക്കായിരുന്നു ചെറിയ ഡ്യൂട്ടി ഫ്രീ ഉണ്ട്, സാധാരണ ആൾക്കാർ എന്താണ് സാധാരണ ആൾക്കാർ ഒരാളിനെ വിളിക്കാൻ ചെല്ലുമ്പോ വിചാരിക്കണം എന്താണ് അതിലായിട്ട് ഇറങ്ങി വന്ന അല്ലെ അവിടെ ഇരിക്കും. ഇതിങ്ങനെ കറങ്ങി മറ്റേ കാട്ടിന്റെ ഇടയിൽ നിന്ന് വരുമെന്ന് നമ്മൾ അറിഞ്ഞ അവിടെ ഭയങ്കര ആള്. പിന്നെ ഈ പെട്ടിയുടെ എയർപോർട്ടിൽ പെട്ടിയുടെ ചെയ്യാൻ നിന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ പിന്നെ ആൾക്കാരെല്ലാം നോക്കിയത്
ഞാൻ രണ്ടാമത് വീണ്ടും കയറാൻ ശ്രമിക്കുന്നു. ശരിയാ. അല്ല അത് ഇവന് നെർവസും കൂടെ ആയോണ്ടേ ഈ മറ്റേ ഇവിടുത്തെ പറഞ്ഞില്ലേ പെട്ടി അവിടെ അകത്ത് വെച്ച് പോയി. അല്ലെങ്കിൽ ഇവനൊരു പിന്നെ വീണ്ടും ഞാൻ അവനൊരു പെട്ടി വീഡിയോ അവിടെ എടുത്തിട്ടേ ജസ്റ്റ് ഇവനൊരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചാലും മതിയായിരുന്നു, ഇവന്റെ റിയാക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു. ശരിയാണ്, നിനക്കൊരു വീഡിയോ എടുക്കായിരുന്നു. ഞാൻ എടുത്ത് അല്ലെങ്കിൽ നീ ഞാൻ യവന്മാര് പറഞ്ഞ വീഡിയോ ഒക്കെ എന്റെ ഉണ്ട്. യവന്മാർ അവിടെ കിടന്ന് കറങ്ങണ വീഡിയോ അതെല്ലാം എടുത്ത് എന്നിട്ട് സംഭവം കേക്ക്, എനിക്ക് ഈ 30 കിലോ പെട്ടി ഇട്ടിട്ട് പോകാൻ പറ്റുമോ? എന്റെ ബാഗ് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നു. ഈ 30 കിലോ പെട്ടി മുന്നേ 40 കിലോ ഉണ്ട്. ഈ 40 കിലോ ആയിട്ട് ഞാൻ ക്യാമറ പിടിച്ചിട്ട് എങ്ങനെ പോണത്? എനിക്കറിഞ്ഞൂടെ ഇവന് കാട്ടിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവൻ ഞാൻ എന്റെ ലൊക്കേഷൻ വന്ന് ഇരിക്കണ ബേ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഫോട്ടോസ് ഞാൻ എവിടെയായിരിക്കും ലൊക്കേഷൻ എല്ലാ സാധനങ്ങളും അയച്ചു. അവിടെ നിന്നില്ലല്ലോ നീ, അവിടെ നിന്നു അവിടെ നിന്നില്ല. മറ്റേ സിനിമയിലൊക്കെ കാണും പോലെ മറ്റേ കണ്ണാടിയൊക്കെ വെച്ച് ആഗമനം പയ്യെ എന്താണ് ഉല്ലാസ് വിചാരിച്ചത്, ആഗമനമൊക്കെ ചെയ്ത് വെച്ചോണ്ട് വരുമ്പോഴും നമ്മൾ അത്രയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഇവ ഈ കാട്ടിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് നമ്മൾ വിചാരിച്ച, അതാരും വിചാരിക്കില്ല. കാട്ടിന്റെ ഇടയിൽ നിന്ന് മറ്റേ എന്നിട്ട് നമ്മളൊക്കെ കണ്ടപ്പോ ഷൂട്ട് ചെയ്തില്ല. അപ്പോഴത്തേക്ക് അരുചേട്ടനും ദാസ് ചേട്ടനും ഡൗൺ ആയി. ഞാൻ നാളത്തെ ഇതൊക്കെ ആലോചിച്ചു. നാളെ ഇതേപോലെ ആണെങ്കിൽ എല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്റെ ഹൈപ്പൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെയാണെങ്കിൽ അവൻ എന്തായാലും കൊള്ളാം, എനിക്ക് ഉറപ്പായിരുന്നു. ഇവ വണ്ടി കയറി ഇരുന്നപ്പോ ആദ്യം പറഞ്ഞ കാര്യമാണ്, നാളെ ഇതേ കണക്ക് നീ ചെയ്യണമെങ്കിൽ ഞാൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകും, എനിക്ക് അതിന് ഒരു കുഴപ്പവും ഇല്ല. അത്രയ്ക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞ ഡയലോഗാണ്. എനിക്ക് അത്ര ഞാൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങേ ഉള്ളായിരുന്നു. ഒരു 2 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് അത് ചെയ്ത് തീർത്തേനെ. ഞാൻ അറിയില്ല. ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, ദുരിതം മെസ്സേജ് പാടില്ല. ഞാൻ അവിടെ നിന്ന് കാർ പാർക്ക് ചെയ്യണ ടൈം ഉണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ ഇവനെ വിളിച്ചിട്ട് എടാ അവിടെ നില്ല്, നമ്മളൊരു ചെറിയൊരു ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടാണ് വന്നത്. അതിന്റെ ഇടയ്ക്ക് വിചാരിച്ച ക്യാമറ വരുമെന്ന് വിചാരിച്ച 20 മിനിറ്റ് ആയി. ഞാൻ എത്ര കൊണ്ട് അവിടെ നിന്ന് പുഴുങ്ങും, ഞാൻ പുഴുങ്ങി എന്ത് ഏകദേശം. എന്തായാലും അത് കൊളായി. അപ്പോഴത്തേക്ക് ഏകദേശം നാളത്തെ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. നാളെയും ഫ്ലോപ്പ്. ഞാനിങ്ങനെ തള്ളി വിട്ടത് ക്ലാസ് കൊടുത്ത് എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് നാളെ രാവിലെ ഇങ്ങനെയാണ്, ഞാൻ നാളെ രാവിലെ ഐ ടെസ്റ്റിന് പോട്ടാ, സമയം കിടക്കല്ലേ. എന്നിട്ട് പറയുന്നത് ഇവിടെ 11 മണിക്കല്ലേ പ്ലാൻ. നാളെ രാവിലെ ഞാൻ കണ്ണ് ടെസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൽ പോട്ടെ. അത് മാത്രല്ല, പിന്നെ പ്ലാൻ മാറ്റി. താറ ആദ്യം ഇറങ്ങി വരട്ടെ, ഞാൻ പുറകെ ഒളിച്ചു വന്നാലോ. താറ് വരുന്നു എന്നിട്ട് അടുക്കള വഴി വരട്ടെ. അടുക്കള വഴി എന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ അമ്മമാർക്ക് എന്തായാലും പ്രതീക്ഷിക്കുമല്ലോ ഡോർ ഉറക്കുമ്പോ ആരെയും കാണുമെന്ന്. ഡോർ ഉറക്കുമ്പോ വേണ്ട, ഞാൻ വേറെ എവിടെന്നെങ്കിലും വരാന്നുള്ള രീതിയിൽ പ്ലാൻ പോളിഷ് പടങ്ങളല്ല കാണുന്നുണ്ട്, പോളിഷ് സിനിമകളും അവിടെ ഏതോ കത്തി പടങ്ങളൊക്കെ കാണുന്നുണ്ടോ. ഡോർ തുറക്കുമ്പോ ഒന്നുമില്ല, അടുക്കള വഴി ഞാൻ വരും. അത് പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നു. അപ്പൊ അതൊന്നും പ്ലാൻ ഒന്നും ആയിട്ടില്ല. ആ സമയത്താണ് ഇത് പറഞ്ഞത്. പിന്നെ നമ്മള് പറഞ്ഞ് ഒന്നും കയ്യിലിടരുത്, നീ ഒരു 5 സ്റ്റാർ കൂടെ. അതിനുശേഷമാണ് കൊടയൊക്കെ മാറ്റിച്ചത് നമ്മള്. കൊടയൊന്നും പ്ലാനിലില്ല, ഇവ ഇങ്ങനെ കാണിക്കുക. കൊട എന്തിനാണെന്ന് പ്ലാനിലുണ്ടായിരുന്നു, നമ്മളോട് വെച്ച് പറഞ്ഞു. പിറ്റേതാണ് അതെന്ന് വെച്ചാൽ ആദ്യമേ കൊട വെച്ചത് നന്നായി, പെട്ടെന്ന് കിട്ടിയില്ല. അങ്ങനെയാണ് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയത്. പക്ഷെ അത് സക്സസ് ആയതുകൊണ്ട് ഒരു സമാധാനം. ഞാൻ വിചാരിച്ചത് എനിക്ക് ഇവന്റെ കേസോടുകൂടി എന്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ പോയി, മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയല്ലേടാ. മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയി. 1 മണിക്കൂറോളം വലിയ ഇതില്ലായിരുന്നു, പിന്നീടാണ് പ്ലാൻ ചെയ്ത് തിരിച്ചു വന്നത്. അപ്പൊ അതൊക്കെ ആയിരുന്നു നമ്മുടെ കഥകൾ. അതെ, ഉല്ലാസിന്റെ എക്സ്ക്ലൂസീവ് കഥ. കൊള്ളാം.
ഇനി നമുക്ക് കുറച്ച് യൂറോപ്യൻ കഥകൾ. വിഘ്നേഷിന്റെ യൂറോപ്യൻ കഥ. വിഘ്നേഷിന്റെ യൂറോപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലാസ്റ്റ് 1.5 വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടില്ലേ, ഗുഡ് ലക്ക് വിഘ്നേഷ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടില്ലേ. അതിന്റെ ലാസ്റ്റ് എന്ന് പറയുമ്പോഴേ നീ ഗേറ്റിന്റെ അവിടെ വെച്ച് നമ്മളെ ടാറ്റ പറഞ്ഞിട്ട് പോണം, വരല്ലേ നിങ്ങളൊന്നും അങ്ങനെ പോണ ടാറ്റ എന്ന് പറഞ്ഞ് പോയി. ആ ഒരു ഇതിലാണ് നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്തത്. നമുക്ക് അതിനുശേഷമുള്ള നിങ്ങളുടെ ജേണി ആ ഒരു ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതില്ലടാ അപ്പം ബ്രേക്കായി. ആൾക്കാർക്ക് അങ്ങനെ അറിയാവും. നീ ഇപ്പൊ ടാറ്റ പറഞ്ഞിട്ട് നീ അങ്ങ് പോയി. പിന്നെ നമ്മൾ ലൈവിൽ വരുമ്പോഴും നീ മുട്ട പുഴുങ്ങായിട്ട് എപ്പോഴും മുട്ട പുഴുങ്ങണം അത്ര നമുക്ക് അറിയാം. കോള് വിളിക്കുമ്പോ തന്നെ മുട്ട പുഴുങ്ങായിട്ടിരിക്കണം, ബിരിയാണി വെക്കുന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് വിശേഷം അറിയില്ല. നമുക്ക് എന്തായാലും ഇവിടത്തെ ലൈഫ് സ്റ്റൈൽ നിന്നൊക്കെ നല്ല മാറിയല്ലേ നീ അവിടെ നയിച്ചത്. അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ പറ. ഈവൻ ക്ലൈമറ്റ് ആൾക്കാര് ബോംബെ എന്തായിരുന്നു ലാംഗ്വേജ് ബോംബം ഭയങ്കര എന്താ പറയാ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടൊരു അവസ്ഥയായിരുന്നു. കാരണം എങ്ങനെ തിരിച്ച് ഇറങ്ങിയാലെന്ന് ആലോചിച്ച്, പോകുന്നെങ്കിൽ എത്ര രൂപ പോകും, തിരിച്ച് ഇവിടെ നിന്ന് ഉണ്ടാക്കാന്നുള്ളേ ഉള്ളൂ. ചിന്തിച്ചായിരുന്നു. കാരണം എയർപോർട്ടിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ ചിന്തിച്ചായിരുന്നു ആ ഒരു കാര്യം. കാരണം നമുക്ക് പെട്ടെന്ന് ഇനി അങ്ങോട്ട് എന്താണ് എങ്ങനെയാണെന്നൊരു പിടിയില്ല. പുതിയ രാജ്യം, പുതിയ ഇത്, ഒരു പിടുത്തവും ഇല്ല. പുതിയ സ്ഥലത്തോട്ടാണ് പോണത്. അവിടെയും പരിചയക്കാരെന്ന് പറയാൻ ആരും ഇല്ല. പിന്നെ അവൻ നോക്കിയപ്പോഴത്തേക്കും പരിചയക്കാര് നമ്മളാണ്. അപ്പൊ തന്നെ അവൻ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ടാറ്റ പരിചയക്കാരൊക്കെ ഇതൊക്കെയാണല്ലോ തിരിച്ചു പരിചയക്കാരല്ലാത്തവരായിരിക്കും. അകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു എന്റെ. ആദ്യമായിട്ടാണ് ഞാൻ പോണത്. അപ്പൊ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പൊ കൂടുതൽ പയ്യനാണ് നീ കാണിച്ചത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, നയിച്ചത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവൻ കുറെ കാര്യങ്ങളിൽ അവൻ അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട്? അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പായിരുന്നു. ആദ്യം ബേസിക്കലി എയർപോർട്ടിൽ ഇറങ്ങിയത് ഉടനെ എയർപോർട്ടിനകത്ത് ഹീറ്റർ സമയത്തായിരുന്നു. ഞാൻ വിന്റർ തുടക്കത്തില് ആയില്ല, അവന്നതിന് ഒരുപാട് മുമ്പാണ് പോയത്. എന്നാലും തണുപ്പുണ്ട്. നമ്മള് പെട്ടെന്ന് ഇവിടുന്ന് ഒരു നല്ല ഡ്രസ് ഇട്ടിട്ടല്ലേ പോയത്, ഒരു ഹുഡി ഇട്ടുകൊണ്ടാണ് പോയത്. അതേ ഫ്ലൈറ്റില് എമിറേറ്റ്സ് ഒക്കെ നല്ല തണുപ്പായിരുന്നു. തണുപ്പിൽ ഇരുന്ന് അത് വെറുത്തായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇട്ടോണ്ട് പോയിട്ട് ചൂടായിട്ടിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ എത്തി. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് എയർ ബാൾട്ടിക് ആയിരുന്നു. അതിന് ആട്ടർ ഷോ അല്ലായിരുന്നു. ഈ എമിറേറ്റ്സിൽ ഫീൽ ചെയ്തിട്ട് അവിടെ ഫുഡൊക്കെ കിട്ടിയിട്ട് എയർ ബാൾട്ടിക് കയറുന്നവര് പ്ലാസ്റ്റിക് കസേരല്ല, മറ്റേ മെറ്റൽ കസേരയിലിട്ട് ചെറിയ കുശം വെച്ച് തരുമല്ലോ, അതേ കണക്കത്തെ ഇരുന്നത്. പ്രശ്നം ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പം മറ്റേതാണെങ്കിൽ എമിറേറ്റ്സ് ആണെങ്കിൽ ഒരു TV ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സിനിമ കാണാം. എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അടുത്ത എമിറേറ്റ്സ് എനിക്ക് അറിഞ്ഞൂടല്ലോ ഇത് മാറി കയറുന്നത് ഈ മാതിരി ഒരു സംഭവത്തിലിട്ടത്. ഒരു ചെറിയ പ്ലേ, ഒരു പച്ച എഴുത്തൊക്കെ ആയിട്ട് കുഴപ്പമില്ല. അകത്ത് ഒരു കയറിയപ്പോഴത്തേക്കും ഒരു 4 സീറ്റ് കൂടുമ്പോഴത്തേക്കും ഒരു ചെറിയ മോണിറ്റർ വെച്ചിട്ടുണ്ട് GPS-ന്റെ. അതിൽ ഫ്ലൈറ്റ് എവിടെ എത്തിയെന്ന് മാത്രം കാണിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ചാർജ് ചെയ്യാൻ വകുപ്പില്ല, ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ 7 മണിക്കൂറോളം യാത്രയുണ്ട്. ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നോക്കി താഴെ ഇടക്കിടക്ക് നോക്കും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കുറെ മരുഭൂമിയാണ് സ്ഥലം, കുറെ ഇത് സമയം അങ്ങനെ അങ്ങ് പോയി. ബോറിംഗ് ആണല്ലേ? ബോറിംഗ് ആണ്. ഇടയ്ക്ക് കുറച്ച് നേരം. കാരണം 3 പേര് സീറ്റ് ഇങ്ങനെ ഇരിക്കണം. കാരണം എനിക്കത് നല്ല വീതിയുണ്ട്. അന്ന് ഇങ്ങനല്ലേ നിന്നത്, നല്ല വീതിയുണ്ട്. അപ്പൊ ഇരുന്ന് അങ്ങനെ എത്തി. എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തണുപ്പ് കുഴപ്പമൊന്നുമില്ല. കാരണം ബാംഗ്ലൂർ ക്ലൈമറ്റ് ഒക്കെ പോലെയാണ് ആദ്യം ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാബ് വന്നു. കാരണം എയർപോർട്ടിന്റെ അതായത് ഹീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ വന്നപ്പോൾ ക്യാബ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് ക്യാബ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാബ് വന്ന് യൂണിവേഴ്സിറ്റി എത്തി ഹോസ്റ്റലിൽ കയറി. നമ്മളെ മൈൻഡിൽ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ രാജ്യത്ത് പോകുന്നു. എൻ്റെ ഇവിടുത്തെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ പറയാം. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടെ എന്താ പറയണ, പുറത്തുള്ള ആൾക്കാർ, വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതൊരു പുതിയൊരു കൾച്ചറായിട്ട് ഇതാക്കുന്നു. അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പോണത്. ചെന്ന് കയറി അവിടെ ഹോസ്റ്റലിലെത്തി. റിസപ്ഷനിൽ ഇരിക്കണ ഒരു ലാറ്റ്വിയൻ കൊച്ചായിരുന്നു. ഓക്കെ, സംസാരിച്ച് അവിടുത്തെ ഹോസ്റ്റലിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ തന്നെ. ഇംഗ്ലീഷ് അറിയായിരുന്നു നമുക്ക്. ആ പുള്ളിക്കാരി ഫോം തന്നു, അതെല്ലാം ഒപ്പിട്ട് കൊടുത്ത് റൂം സെറ്റ് തന്നു. ഞാൻ എൻ്റെ കൂടെ വന്നതിന് ഒരു റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഇവൻ അവിടെ വന്ന് പെട്ടി വെച്ചിട്ട് ഇവൻ പോയി.
എവിടെ പോയി? അവൻ എവിടെ പോയി? ആ. ഞാൻ പിന്നെ 2 ദിവസം പുള്ളിക്കാരനും ആദ്യമായിട്ടല്ലേ അല്ല, വന്നത്? അവൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവനെ അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. പുള്ളിക്കാരൻ അവരുടെ ഫ്രണ്ട്സിനോട് പോയി. അപ്പൊ ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു എനിക്ക് UP-കാരൻ. പുള്ളി അവിടെ കട്ടിലിൽ ഇരിപ്പുണ്ട്. പുള്ളി പറഞ്ഞ് ഇങ്ങോട്ട് എന്തിനാ വന്നത്, ഹിന്ദി തന്നെ ചോദിച്ചു, ഇങ്ങോട്ട് എന്തിനാ വന്നത്, അപ്പുറത്തൊക്കെ നല്ല റൂമുകളുണ്ട്, അങ്ങോട്ട് പൊക്കോളൂ. ആദ്യമേ ഒഴിവാക്കണം, റൂമിൽ ചവിട്ടണം. നോക്കാം അപ്പുറത്തെ ഓക്കെ നോക്കാൻ മതി. അവൾ നിന്റെ റൂമിലായിരുന്ന UP-കാരനും പിന്നെ വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു. 4 പേര് ഡോർമെറ്ററി എടുക്കും. ഇത്രയുള്ളൊരു റൂമാണ്. അതില് രണ്ട് ബെഡ് ഇങ്ങനെ ഡോർമെറ്ററി സെറ്റപ്പ് നൈസായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കുഴപ്പമൊന്നുമില്ല കിടന്നു. അപ്പൊ ഞാൻ കാണുമ്പോഴും ഇതെല്ലാം ആ റിസപ്ഷൻ കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ മൊത്തവും എല്ലാരും ഇന്ത്യക്കാര്. എവിടെ നോക്കിയാലും ഇന്ത്യക്കാര്, തലക്കെട്ടായിട്ട് പഞ്ചാബികള്. ഇത് ലാറ്റ്വിയ അല്ല, ഇത് വേറെ എന്റെ മനസ്സിൽ ലാറ്റ്വിയ ഇങ്ങനെയല്ല. എന്നാ ശരി, മുകളിലോട്ട് വന്ന് റൂമിൽ പോയി എല്ലാം സെറ്റിലായിട്ട് വാഷ്റൂമിലൂടെ നോക്കി. വാഷ്റൂം നോക്കിയപ്പോ ഒരു സൈഡില്, എല്ലാ ബിൽഡിങ്ങിന്റെ സൈഡിലാണ് വാഷ്റൂം വരുന്നത്. വാഷ്റൂമിന്റെ അങ്ങോട്ട് പോയപ്പോ ഇന്ത്യ തന്നെ. അല്ല, നിധിയോ? വൃത്തികേടായിട്ട് ഇട്ടേക്കുന്നുണ്ടാ. വേറെ രാജ്യക്കാരൊന്നുമില്ലേ? ശ്രീലങ്ക ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ റീജിയനിലുള്ളവർക്കായിരിക്കും കൊടുക്കണം എന്ന് തോന്നുന്നു. ഇവര് ഫോറിൻ സ്റ്റുഡൻസിന് ഒരു ഹോസ്റ്റൽ, അതായത് ഫോറിൻ എന്ന് പറയുമ്പോൾ നമ്മള്, പിന്നെ അവര് യൂറോപ്യൻ സ്റ്റുഡൻസിന് ഒരു ഹോസ്റ്റല്. അതിനൊരു കഥയുണ്ട്. ആ കഥ ഇപ്പൊ പറയണോ? പറഞ്ഞോ, കാര്യം പറ. പണ്ടെപ്പോഴോ ഞാൻ കേട്ട കഥയാണ്, എന്തുകൊണ്ട് മാറിയെന്നുള്ളതിന്. പണ്ടെപ്പോഴും ഇതേ കണക്ക് ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഒരുത്തനെ ഒരു പെൺകൊച്ചിനുണ്ട വേറൊരു യൂറോപ്യൻ കൊച്ചിന്റെ വീഡിയോ എടുത്ത് കുളിക്കുന്നുണ്ട്, മിക്സഡ് ആയതുകൊണ്ട്. അപ്പൊ അതിനുശേഷം ഇന്ത്യനാണ്. അത് കാരണം ആ ഒരു ചീത്ത പേര് നമ്മളെ ആൾക്കാർ മലയാളിയല്ല എല്ലാം തോന്നുന്നു. അവര് മലയാളിയാണ്. ഇന്ത്യക്കാര് അത് ആരും ചെയ്തല്ല, നേപ്പാളി ആയാലും ഇതായാലും അവർ ഇന്ത്യക്കാരെന്നെ പറയുള്ളൂ. നമ്മളെ റുക്കോറിന് എല്ലാവരും ഇന്ത്യക്കാരാണ്. അങ്ങനെയാണ് രണ്ടാക്കിയതാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ സത്യാവസ്ഥ. പക്ഷെ അതിന് സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ പറയണോ? അത് പിന്നീടുള്ള കാര്യം. കുഴപ്പമില്ല. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും യവന്മാരെ ഇങ്ങറ്റത്തെ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ സൈഡില് ഇന്റർനാഷണൽ ഹോസ്റ്റലിൽ കാണാം. യവന്മാർ ഇവിടെ നിന്ന് മൊബൈലിൽ S24 സൂം ചെയ്ത് നോക്കലാണ് യവന്മാരുടെ പരിപാടി. ആരും മോശം മറ്റേ സിനിമയില് ബൈനോക്കുലർ അങ്ങനെ. അപ്പൊ അപ്പോഴേ എന്റെ മാനസികമായി എല്ലാം തകർന്നു. കാരണം ബാത്റൂം ശോകം, കിച്ചൺ അതിനേക്കാളും ശോകം, കൂടെ ഇന്ത്യക്കാര്. എവിടെ നോക്കിയാലും ഇന്ത്യക്കാര്, എവിടെ നോക്കിയാലും മലയാളി. ഓൾഡ് സ്കൂൾ എത്ര എനിക്ക് ഞാൻ വൈകുന്നേരം എത്തണത്. ഞാൻ ഈ പെട്ടിയൊക്കെ വെച്ച് എല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ കയറി കിടന്നു. അന്ന് നടന്നില്ല, ബാത്റൂമിൽ പോയി വന്ന് കിടന്നു. അതേ ഡ്രസ്സിൽ തന്നെ കയറി കിടന്നു. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം പരിചയമുള്ള ആരും ഇല്ല. യവനെ വിളിക്കുന്നുണ്ട്, യവൻ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ കയറി കിടന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഈ താഴെയുള്ള പുള്ളിയെ കാണാനില്ല, UP-കാരൻ. അപ്പോഴേ സമാധാനം. വേറെ ആരും ഇല്ല റൂമിലും. മറ്റൊരു ബാഗ് ഉണ്ടാവും. നിനക്കൊരു നെഗറ്റീവ് ആയിരുന്നല്ലേ? അല്ലല്ല, അവരെ കാണാത്തപ്പോ ആശ്വാസം. അവിടം വരെ എത്തിയതില് അവൻ വഹിച്ച പങ്ക് വലുതാണ്. അത് എനിക്ക് ഒരു പുണ്ണാക്കറിയില്ല. ഞാൻ അവിടെ വരെ എത്തൂലായിരുന്നു. ഞാൻ ദുബായിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയായിരുന്നു, മാറി കയറുമ്പോഴെവിടെയെങ്കിലും പോയായിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ. ഞാൻ എന്ത് ചെയ്യേ, പയ്യെ ബാത്റൂമിന്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കോ ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കണില്ല എങ്ങനെ ഇതിന്റെ മണ്ടേ കയറി ഇരിക്കല്ലേന്ന് ഇന്ത്യൻസ്. അല്ലല്ല, അത് എല്ലായിടത്തും എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ ബാത്റൂമിൽ പോകണം, എറ്റിക്കറ്റ്സ് അല്ലേ. എന്നാ ഇതൊന്നും അവിടെ ഫോളോ ആവുന്നില്ല. എന്താ അവര് മുകളിൽ കയറിയിരിക്കും? ചെരുപ്പിന്റെ പാട് സീറ്റില്. എനിക്ക് തോന്നുന്നു ചിലപ്പോ മറ്റേ ഇന്ത്യൻ കക്കൂസിന്റെ മോഡലിൽ തന്നെ യൂറോപ്യൻ ഞാൻ കാണാത്ത കാര്യങ്ങളില്ല അവിടെ. അതിന്റെ അകത്ത് പോകില്ലേ? ഇത് പൊട്ടിപ്പോകില്ലേ? ഇല്ല, പക്ഷെ അകത്ത് കാല് പോയി കഴിഞ്ഞാലോ
അത് റിസ്ക് ആണ്. അത് അവന്മാർക്ക് കുഴപ്പമില്ല. ബാലൻസ് ചെയ്തിരിക്കണം. നിങ്ങൾ അന്ന് മറ്റേ തടിയിട്ടിരുന്നാണ്. ചിലപ്പോ അവർക്ക് ബാത്റൂമിൽ പോകാൻ അങ്ങനെ പറ്റുള്ളൂ. മലയാളികളെല്ലാം ഒരുപോലെ ദുഃഖിതർ ഞാൻ നോക്കിയപ്പോ. ഈ പ്രശ്നം കാരണം, ഈ വടക്കേ ഇന്ത്യക്കാരുടെ പ്രശ്നം കാരണം ഇവരെല്ലാം മറ്റേ ഇതിന്റെ മണ്ട കയറിയിരുന്ന പ്രശ്നം. വെള്ളമില്ല. പക്ഷെ ഒരു വന്ന് നമ്മൾ അന്നും ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നവരെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇല്ലാത്തപ്പം പേപ്പറിൽ തന്നെയാണ്. കമ്പനിയിലും വർക്ക് ചെയ്യാൻ പോയതും കോളേജിൽ പോകുമ്പോഴും പേപ്പർ തന്നെയാണ്. അത് തിരിച്ചു വന്ന് കുളിക്കുമ്പം അതാണ് എന്റെ രീതി. അല്ലാത്തപ്പോ എപ്പോഴും ഈ സാധനം എനിക്ക് ഭയങ്കര ഉപയോഗം വന്നു. അത് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ പോയി വാഷ് ബേസിൽ പിടിക്കും, നേരെ അതോട് കയറും. അല്ല, ഈ പേപ്പർ വരുമ്പോ ഇടത്തെ കൈ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അതെ. ആദ്യം പേപ്പർ നമ്മൾ ചെന്നിരിക്കുമ്പോഴേ പേപ്പർ മടക്കി തുടങ്ങും. മടക്കി ഇങ്ങനെ കറക്റ്റ് ഇതാക്കി വെച്ചോടങ്ങും. അങ്ങനെയായിരുന്നു തുടക്കകാലം. ബാത്റൂം ഒരു പ്രശ്നമായിരുന്നു തുടക്കകാലങ്ങളിൽ. അത് തുടക്കകാലം അവസാനം. കാരണം ഈ ചില ശനിയാഴ്ച ദിവസം എന്ത് ഇല്ലടാ, ബാത്റൂം എവിടെ പോയാലും നമുക്ക് വൃത്തിയില്ലെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, മുട്ടിയ എവിടെയാണോ പോകും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടുത്തെ ശാപം. ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് പോയാൽ കുഴപ്പമില്ല. എവിടെയെങ്കിലും കഥവ് തുറന്ന് ക്ലോസറ്റ് എന്റെ അടുത്ത് വന്നിരിക്കുന്നു. അവിടുത്തെ ക്ലോസറ്റ് ഇളക്കി മാറ്റിയൊക്കെ നോക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പൈപ്പിങ് വലിഞ്ഞിരിക്കണം, ആകെപ്പാട ഒരു ഫ്ലോറില് 10 ബാത്റൂമാണുള്ളത്. 10 ഇതാണുള്ളത്. ഒരു സൈഡിൽ 5, മറ്റേ സൈഡിൽ 5. നിങ്ങൾ അത് ആലോചിക്കണ്ട. എടാ, അത് ഈ ശനിയാഴ്ച ദിവസം ആകുമ്പോഴത്തേക്കും ഞായറാഴ്ച ദിവസം ക്ലീനിങ് ഇല്ല, മനസ്സിലായ? തിങ്കളാഴ്ച ദിവസം ഏറ്റവും വൃത്തികേട്. അപ്പൊ ഈ ശനിയാഴ്ച രാത്രി ആകുമ്പോഴത്തേക്ക് ഏമാരി ടോയ്ലറ്റ് പേപ്പർ അടിച്ചോണ്ട് പോകും. കാരണം അടുത്ത ദിവസം റീഫില്ല് വരില്ല. നേരത്തെ അപ്പൊ നമ്മൾ പോകുമ്പോ ഈ സാധനം കണ്ടോ, എന്റെ ഈ സാധനം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാതെ യവന്മാർ ഇല്ലാത്തവന്മാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവിടെ അങ്ങ് ഇട്ടിട്ട് പോകും. പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാതെ ഇട്ടിട്ട് പോകും. തീട്ടക്കഥ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ ഓക്കെ. അതായത് ഇതേപോലെ നമുക്ക് വന്ന് നിന്റെ തീട്ടക്കഥ കേട്ടോ. എന്തായാലും എന്റെ ലാറ്റ്വിയൻ ഹോസ്റ്റൽ ജീവിതത്തില് എവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയമായിരുന്നു. അത് ബേസിക്കലി ഇത് ഈ ഇന്ത്യൻ ഹോസ്റ്റലുകളിലാണ് ബുദ്ധിമുട്ട്. ഇന്ത്യൻ ഹോസ്റ്റലല്ല, നമ്മുടെ ആൾക്കാർ കുഴപ്പമില്ല. നമ്മുടെ ആൾക്കാർക്ക് ഒരു വൃത്തിയുണ്ട് സൗത്തിലോട്ട് വരുമ്പോഴത്തേക്കും. അതിനകത്തുള്ളവരാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യൻസ് ആണ് കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. എല്ലാരും ഇല്ല, കുറച്ച് ആൾക്കാർ. ഹോസ്റ്റലിലെ പ്രശ്നമുള്ളൂ. കോളേജിൽ പോയ കുഴപ്പമില്ല. കോളേജ് ക്ലീൻ ആണ്. കോളേജ് എല്ലാം ഒരു കോമ്പൗണ്ടത്ത് തന്നെ. ഈ നമ്മുടെ ഹോസ്റ്റല്, ഇന്റർനാഷണൽ ഹോസ്റ്റല് അല്ല, ഇന്റർനാഷണൽ അവരുടെ ഹോസ്റ്റല്, യൂറോപ്യൻസ് ഹോസ്റ്റല്, കോളേജ്, 3 ബിൽഡിംഗ് ഉണ്ട്. ഇത് ഭക്ഷണമൊക്കെ ആദ്യം ഭക്ഷണം ആദ്യം ചെന്ന് പറഞ്ഞ തന്നെ കുക്ക് ചെയ്യണം, പെട്ടി തുറക്കണം. ഇത് ഇവിടെ കംഫർട്ടബിൾ. അവിടെ ഫുഡ് ഇല്ലായിരുന്നോ? ഫുഡൊന്നും ഇല്ല, നമ്മള് കുക്ക് ചെയ്ത് കഴിക്കണം. കോമൺ കിച്ചൺ ആണ്. അപ്പൊ ഒരു ഫ്ലോറിൽ 2 കോമൺ കിച്ചൺ വരും. അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു കിച്ചണിൽ തന്നെ ഒരു 1, 2, 3, 4, 8 സ്റ്റൗ ഉണ്ട്. അപ്പം അവിടെയാണ് എല്ലാരും കൂടെ വന്ന് കുക്ക് ചെയ്യണം. മാറി ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് വന്ന് കുക്ക് ചെയ്യും. എന്റെ ആദ്യത്തെ ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു പയ്യൻ അവൻ നോക്കിയപ്പോഴത്തേക്കും അവൻ കുക്കറിൽ വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ ശ്രമിക്കുന്നു. ചോറ് വയ്ക്കണം, കഞ്ഞി ഉണ്ടാക്കാനാണ് അവൻ ആദ്യമായിട്ടാണ്. അവൻ ചോറ് വയ്ക്കാൻ അറിഞ്ഞൂടാ. ആ കുക്കറിൽ അരി ഇട്ടിട്ട് വേവിക്കാൻ ശ്രമിക്കും. കരി കഴുകിയിട്ട് നേരെ കുക്കറിൽ അരി കിട്ടാ 250 ഗ്രാം. ഒരു ഗ്ലാസ് അരി അളന്ന് കൃത്യമായിട്ട് ഇട്ടിട്ട് അരി കഴുകിയിട്ട് ഇട്ടിട്ട് ചൂടാക്കുന്നത്, അടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താ കഞ്ഞി വെക്കാനാണ് മലയാളി. അവരുടെ പേര് നമ്മൾ കണ്ണാണെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇടപെട്ട് അങ്ങനെയല്ലടാ അടിപെട്ട് അവന് ഞാൻ കമ്പനിയായി. എന്നിട്ട് മറ്റവനെ വിളിച്ചിട്ട് പറയണം. അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ ഹിന്ദിക്കാരനാണ്, ഈ കാരണം നെഗറ്റീവ് അടിച്ച് ഇവൻ നമ്മളവിടെ നിൽക്കുന്ന താല്പര്യമില്ല. യുപിക്കാരൻ രാത്രി ആയപ്പോൾ എന്ത് വെച്ചാൽ ഇവൻ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ചമ്മളം കുത്തിയിരിക്കും. എന്നിട്ട് ഇവൻ കട്ടിലിരിക്കും. ഇവന്റെ കുറെ ശിഷ്യഗണങ്ങൾ പോലെ കസേരയിലും തറയിലൊക്കെ വന്നിരിക്കും.
ഇവൻ എന്തൊക്കെയോ പറയുന്നു, ഈ ബാബാജി പറയുന്ന പോലെ പറയുന്നു. ഇത് കേൾക്കാൻ കുറെ പയ്യന്മാര് നിൽപ്പുണ്ട്. ഞാൻ അങ്ങനെ കട്ടിലിന്റെ മുകളിൽ നിൽക്കുന്ന നോക്കുമ്പോഴത്തേക്ക് അണികൾ ഹാ ബായ് ഇങ്ങനെ ഇരിക്കുമ്പോ അവൻ മറ്റേ പുറത്തൊക്കെ മൂടി എത്തി നോക്കണം. രാത്രി 1 മണിയാവും 2 മണിയാവും ഇത് കഴിയുന്നില്ല സമ്മേളനം. ഞാൻ മറ്റൊരു ചോദിച്ചു, ചേട്ടാ നമുക്ക് റൂം മാറാം. മറ്റേ പയ്യൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ എടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ 2-3 പേരേ ഉള്ളൂ, എന്റെ ഫ്രണ്ടും ഞങ്ങൾ രണ്ടുപേരും 3 പേരേ ഉള്ളൂ. ഒരുത്തരും കൂടെ ഞാൻ പറഞ്ഞു ഒരുത്തരും കൂടെ ഉണ്ട്, കുക്കർ നിൽപ്പുണ്ട്, അവനെ കൂടെ നമ്മൾ റൂമിൽ കയറ്റാം, അവൻ നല്ല പയ്യനാണെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചായി. ഞാൻ കുക്കർ ബന്ധമായതുകൊണ്ട് നമ്മളെ കമ്പനിയായി. അപ്പൊ അവൻ എന്റെ തൊട്ടപ്പുറത്ത് മുറിയിൽ തന്നെയാണ് വന്നത്. അവന്റെ അതേ അവസ്ഥ തന്നെ. അവിടെ ഏതോ ഒരു തമിഴൻ വന്നിട്ട് അവന് സ്ഥലം കൊടുക്കണല്ലോ, ഷെൽഫ് മൊത്തം അവന്റെയാണ്, നീ വേണമെങ്കിൽ വേറെ റൂമിൽ പോയിട്ട് സാധനം വെച്ചോളാം. എല്ലായിടത്തും മലയാളികളെ അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവിടുത്തെ ആളെ അല്ല, അവൻ പുറത്തവിടുന്ന് വന്നിരിക്കുന്നതാണ്. ഹോസ്റ്റലുള്ള ആള് പോലും അല്ല. അങ്ങനെയൊക്കെ നിക്കാവോ? ഐ മീൻ അവിടുത്തെ അവരൊന്നും തൂക്കിയ പ്രശ്നമാണ്. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അരാജകത്വമാണല്ലോ കോമഡിയാണ്. എന്നിട്ട് കോളേജിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കോളേജ് നൈസ് സ്ഥലമായിരുന്നു. കോളേജ് നല്ല ഭംഗിയായിരുന്നു. ഒരു ക്ലാസ്സിന്റെ അകത്ത് ഒരു വലിയ നമ്മുടെ സെമിനാർ ഹോൾ, വലിയൊരു ഹോള്, അതിന്റെ അകത്ത് മറ്റേ അവർ മൈക്ക് എല്ലാം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. നമുക്ക് 1-on-1 ഇത് ഉണ്ടാവത്തില്ലെന്നുള്ള പ്രതീക്ഷയാണ് പോയത്. അപ്പോൾ സീറ്റൊക്കെ കിട്ടിയിരുന്നു. ആദ്യത്തെ 2 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ എണ്ണം കുറയാൻ തുടങ്ങി. വന്ന ഹിന്ദിക്കാരെല്ലാരും പല വഴിക്ക് ജോലിക്കായിട്ട് പോയി തുടങ്ങി. നമ്മളിവിടെ നിന്ന് സ്റ്റുഡൻസ് പോകുന്നത് പണിക്കാണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ഇവരെല്ലാരും പോയി തുടങ്ങി പലയിടത്ത്. കുറഞ്ഞ് ഞങ്ങൾ അവസാനം ഒരു 100 പേരായി. 250 ആൾക്കാരുണ്ടായിരുന്നു. ഒരു ക്ലാസ് 250 പേരുണ്ട്. 250 പേരുണ്ട്. 100 പേരായി. 100 പേരായപ്പോഴത്തേക്കും സീറ്റിംഗ് ഒക്കെ വന്നത് ആദ്യം പറഞ്ഞവൻ പിറകെയിരിക്കും, അവസാനം പറഞ്ഞവൻ ഫ്രണ്ട് വന്നിരിക്കണം. യൂഷ്വലി ഞാൻ 1ാമത്തെ 2ാമത്തെ ബെഞ്ചിലൊക്കെയാണ് എത്തുന്നത്. ചെന്നിരുന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഇവരെന്തെന്ന് വെച്ചാൽ അന്നാണ് നമ്മുടെ സ്കൂളിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഇതും ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ സിസ്റ്റത്തിന്റെ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ നമ്മുടെ കോൺഫിഡൻസ് തച്ചടക്കണാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് തിരിച്ചു മറുപടി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തുന്നതിന്റെ പ്രശ്നം അന്നാണ് മനസ്സിലാക്കിയത്. ഈ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ക്ലേവ്, അവര് എൻ്റെ അടുത്ത് കുഴപ്പമില്ലായിരുന്നു, ഓക്കെയാണ്. അപ്പം എൻ്റെ മോഹം അവർക്ക് ഫെമിലിയർ ആയതുകൊണ്ട് ഇവരെന്തെങ്കിലും സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചാൽ എൻ്റെ മുഖത്ത് വൈക്കോട്ട് വെച്ച് തരും. ചത്താണ്ടാ ഞാൻ മിണ്ടും. എനിക്ക് എടാ 100 പേര് നിൽക്കണേ, എനിക്കാണെങ്കിൽ പേടി. തെറ്റെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമര ചിരിക്കും അതൊക്കെ ഉള്ള പേടി. ഈ ഫിയർ പറഞ്ഞത് എനിക്ക് അന്ന് മനസ്സിലായി നമ്മുടെ ഒരു സിസ്റ്റം കാരണമാണ്. നമുക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യാം. അതേസമയം ഡൽഹിയിൽ നല്ല എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിന്നൊക്കെ വന്ന പയ്യന്മാര് പറയാൻ ഫ്രീ ആണ്. പുറത്തുള്ള വേറെ സ്റ്റുഡൻസ് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം, അവർക്ക് കുഴപ്പമില്ല. ഈ ഒരു ഫിയർ എന്നെ നല്ലോണം അലട്ടിയായിരുന്നു. നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണത്. പേടിപ്പിച്ച് നമുക്ക് സ്റ്റേജ് ഫിയർ എന്നല്ല, ഒരു കാര്യം നമ്മുടെ ഗുരുവിനോട് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു പേടി. കാരണം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് കളിയാക്കലില്ല, വഴക്ക് പറയുമോ അല്ലെങ്കിൽ നീ അപമാനിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ. അത് നമുക്ക് ഇവിടുത്തെ സിസ്റ്റത്തിന് കിട്ടിയ ഒരു സാധനമാണ്. നമുക്ക് സോഷ്യൽ സ്കിൽസും പീപ്പിൾ സ്കിൽസും ഭയങ്കരമായിട്ടും മോശമാണ്. നമ്മുടെ പഠിക്കാൻ മാത്രമേ അങ്ങനത്തെ രീതി വെച്ചാൽ പേടിപ്പിച്ച് നിലക്കി നിർത്തുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു നമുക്ക്. അവിടെ അങ്ങനെയല്ല, പറയാ എന്താ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം അതനുസരിച്ച്. പക്ഷെ ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ മലയാളികളും കുറെയൊക്കെ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ഇവിടെയാണ് ഇത്രയും പ്രശ്നമുള്ളത്. എല്ലാവർക്കും ഒരേ പ്രശ്നം തന്നെ ഉള്ളത്. ഈ ക്ലാസ് എങ്ങനെയായിരുന്നു? വേറെ രാജ്യത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു? അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഉക്രൈനിയൻ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജോർജിയൻസ് എടാ 95% ആൾക്കാരും ഇന്ത്യൻസ് ആണ്. അപ്പം നിനക്കൊരു ഹോംലി ഫീൽ ആയിരുന്നു. വേറെ പ്രശ്നം എന്താ അറിയാമോ? എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കാനഡയിൽ ഇന്റർനാഷണൽ എക്സ്പീരിയൻസിന് വേണ്ടി പോയെന്ന്. ഫുള്ള് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സംഭവം അറിയാമോ? ക്ലാസ്സിനകത്ത് ഭയങ്കര അലമ്പാണ് ഇവന്മാര്. ഭയങ്കര അലമ്പാണ് ഇവന്മാര്. കറക്റ്റ് ആയിട്ട് ഇതാക്കുന്നുണ്ട്. ചിലപ്പോ കമന്റ് പറയുക, എന്തെങ്കിലും ഫോട്ടോ ലൈറ്റ് ഓഫ് ആകുക, കൂവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വല്ലതുകൊണ്ട് അലമ്പ് പരിപാടികൾ ഇഷ്ടംപോലെ സിവിക് സെൻസ്. പക്ഷെ അവര് ചെയ്താൽ നമ്മളെ അതിൽ ഇതാവും. ഇന്ത്യക്കാരന്നെ ചെയ്യുന്നത്, മലയാളിയല്ലല്ലോ. അപ്പോ ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്
യൂറോപ്യൻസ്, അതായത് ആ ഒരു ഒറ്റ കൊച്ചു മാത്രമേ ആ ക്ലാസ്സിന് വരാൻ പറ്റാതെ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കൊച്ചു ഞങ്ങളുടെ ബാച്ചിലായി പോയത്. ബാക്കി എല്ലാവർക്കും അവർ പ്രത്യേകം ക്ലാസ്സാണ്. മനസ്സിലായ ആ ഒരു വേർതിരിവുണ്ട്. നമ്മുടെ ആൾക്കാരോട് ഇരുന്ന് പഠിക്കുകയില്ല, നമ്മൾ അവരോട് നിന്നല്ല പഠിക്കുന്നത്. അത് എല്ലാവർക്കും ഇല്ല, ഈ ഒരു ക്ലാസ് മാത്രം. ഇത്രയും ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇന്ത്യൻസ് ഒരു ക്ലാസ്, അല്ലാത്തൊരു വേറെ ക്ലാസ്. അതൊരുമാതിരി ഇച്ചിരി മറ്റേ പരിപാടിയല്ലേ, സെഗ്രിഗേഷൻ ഉണ്ട്. കാര്യം നമ്മൾ അതിന് ഇന്റർനാഷണൽ എക്സ്പോഷറിന് വേണ്ടിയാണല്ലോ കാശ് കൊടുക്കുന്നത്. അതെ, പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇവിടെ നീ പറഞ്ഞ എന്റെ കൂടെ മതാ വരുന്നത് പഠിച്ചാലേ പറ്റൂ. ഇന്ത്യക്കാര് മൊത്തം നമുക്കാണ് നിനക്കാണ് ഒന്നുമില്ല. ഞാൻ ഒരു ഉക്രൈൻ കൊച്ചുണ്ട്, പിന്നെ ഒന്ന് രണ്ട് ജോർജിയൻസ് ഉണ്ടായിരുന്നു. അത്ര തന്നെയാണ് എന്റെ അറിവിലുള്ളത്. അങ്ങനെയായിരുന്നു കോളേജിന്റെ അവസ്ഥ. പിന്നെ അത് യൂസ്ഡ് ആയല്ലേ, പിന്നെ യൂസ്ഡ് ആയി. പിന്നെ ക്ലാസ്സിൽ പോകുമായിരുന്നു. അല്ല ഇവരുടെയൊക്കെ കമ്പനിയാ, അവരൊക്കെ ഒരു കമ്പനിയായി. അവരേ ഉള്ളൂ ആ പട എത്യോപ്യ കമ്പനിയാണ്. അവന്റെ പേര് നല്ല കമ്പനിയാണ്. അങ്ങനെ എന്തോ എന്ത് പറഞ്ഞു വിളിക്കും, എന്റെ പേര് ഞാൻ തപ്പണം. ഇത് ഞാൻ എത്ര നാളായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഞാൻ അവിടെ നിന്ന് പോയിട്ട് ആദ്യത്തെ കുറച്ച് നാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല ഈ സമയത്ത് തന്നെ നിനക്ക് ഹോസ്റ്റലും ക്ലാസ്സും ഇതിനിടയ്ക്ക് നീ ജോലിക്ക് പോകണുണ്ടായിരുന്നോ? ഇല്ല, ഇവിടുന്ന് ജോലിക്കായിട്ട് ജോലി പാർട്ട് ടൈം ജോലി, പഠനം, ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ. അതേപോലെ ഞാൻ ഓക്കെ എല്ലാം സെറ്റാണ്. അവിടെ പോവുക, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കണ്ടുപിടിക്കുക, കേറുക, പൈസ ബാലൻസ് എല്ലാം കാര്യങ്ങളായിട്ട് പോവുക. എല്ലാം ലൈഫ് അല്ല റിച്ച് അല്ല, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു. നമ്മൾ ഇതേപോലെ പണ്ട് 2018 അവിടെ നമ്മള് രക്ഷപ്പെടണമെന്നും പറഞ്ഞിട്ട് പണ്ട് സാന്റാ മോണിക്കയിലൊക്കെ പോയി എല്ലാം തിരക്കി. പിറ്റേ ദിവസം പിറ്റേ സെഷനിൽ പോവുകയാണ്. അപ്പൊ തന്നെ യവനും വന്നു, അഖിലേഷ് എനിക്ക് അഗ്രികൾച്ചർ പഠിക്കണം. നീ ഇതിന്റെ അഗ്രികൾച്ചറിൽ നമ്മൾ അതിന് രക്ഷപ്പെടട്ടെ. അങ്ങനെ നമ്മള് പോയിട്ടുണ്ട് പണ്ട്. ഇതേ സാധനം ഇത് തന്നെയാണ് അവര് പറയണത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ സെറ്റാണ്, പിന്നെ ജോലി അവിടെ ഇത്ര രൂപ വെച്ച് കിട്ടും, നാട്ടിലയക്കുന്നു. എനിക്ക് പിന്നെ അധികം ഹൈ ഹോപ്സ് ഒന്നും തന്നില്ല അവര്. ജോലി കിട്ടും, വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോഴും എനിക്കൊരു ഹോപ്പ് ഉണ്ട്, ഓക്കെ നമ്മുടെ ഒരു ഇത് വെച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ജോലി കണ്ടുപിടിക്കും. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് മതി. ചെന്ന് നിന്ന് ആദ്യത്തെ കുറച്ചാള് ജോലി ഒന്നും കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഇരിക്കുന്നതിൽ പാതി പേരും ജോലി ഇല്ലാതിരിക്കുന്നത്. അല്ലടാ, അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആൾക്കാരുമായിട്ട്? ഇപ്പൊ കടയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇല്ല, മലയാളം. ഈ ടോണി കേസ് പറഞ്ഞില്ല, അത് ഞാൻ അതിലോട്ട് വരാം. ടോണി എന്ന കഥാപാത്രത്തിൽ ഞാൻ പിന്നെ വരാം. അവിടെ പോകുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് പറയും, ഇംഗ്ലീഷ് അറിയാം. അവിടെ ഒന്നും എടുക്കില്ല, നമുക്ക് എടുക്കണ സാധനം എടുക്കുക, നമ്മൾ തന്നെ ബില്ല് ചെയ്യാൻ നമ്മൾ തന്നെ ഇറങ്ങും. അല്ല ആൾക്കാരുമായിട്ട് ലോക്കൽസ് ആയിട്ട് മിങ്കിൾ ചെയ്യണമെങ്കിൽ നമ്മളെ നോക്കൊന്നുമില്ല, നമ്മളെ ബലവഹിക്കത്തില്ല. നമ്മൾ അങ്ങനെ ജീവനോടൊരു വസ്തുവായിട്ട് കാണില്ല. അവരവിടെ ബോർഡ് തൂക്കിയിരിക്കുന്ന പോലെ ഫ്ലെക്സ് വെച്ച് നമുക്ക് നമ്മളെ സൈഡ് ഒഴിങ്ങനെ പോകും. ഒന്നാമത്തെ കാര്യം അവര് നമ്മളെ ശ്രദ്ധിക്കത്തില്ല. കാണത്തില്ല, എല്ലാത്തിനും 6 അടിക്ക് മുകളിലുണ്ട്. നമ്മൾ ആ ഒരു ലെവലിൽ എത്തട്ടെ, അവര് കൈ ലെവലിലെങ്കിലും പോകണ്ടേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായ? എല്ലാവർക്കും 6 അടിക്ക് മുകളിലുണ്ട്. നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരൊക്കെ നോക്കി പോകും. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, പെണ്ണുങ്ങൾ കൂടുതലാണെന്ന്. അങ്ങനെ ഒരു സാധനം ഇവ ഇടക്കിടക്ക് അയക്കുന്നത് 2 വട്ടം എനിക്ക് അയച്ചത്. എടാ ഇത് വലിയ സ്കോപ്പ് ഉണ്ടോ എനിക്ക്, ഞാൻ കയറി വരട്ടെ. അതിനെ കുറിച്ച് പറയാം, അതിലോട്ടൊക്കെ നമുക്ക് വരാം. പോഡ്കാസ്റ്റ് തീരും കേട്ടാ. ഇത് അല്ല നീ മറ്റേ ലോക്കൽസായിട്ട് അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. ലോക്കൽസായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. അവർ ഇഗ്നോർ ചെയ്യാൻ പോലും നോക്കാറില്ല. അവർ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സംസാരിച്ചാൽ ഇഗ്നോർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോകുന്നു. അല്ല അവര് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരല്ല. മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്കും മീൻ വാങ്ങിക്കാനോ ഇതിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ സ്വീറ്റായിട്ട് സംസാരിക്കില്ല. വരും എന്നിട്ട് ഏത് വേണം ഇത് സംസാരിക്കുമല്ലോ, അത് വലിയ കാര്യം. കച്ചവടം നടക്കാനുള്ള സംസാരം അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ലോക്കൽസായിട്ടുള്ള ഇന്ററാക്ഷൻ. അതെ, പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ക്യാരക്ടറില്ലേ ടോണിയിലോട്ട് വരാം. ടോണി ഫിലിപ്പ് നമ്മുടെ പത്തനംതിട്ട എന്നുള്ള പുള്ളിയാണ്. പുള്ളി അവിടെ 2019 മുതലേ ഉണ്ട്. ബിനു എനിക്ക് കോണ്ടാക്ട് തന്നെ. ബിനു എങ്ങനെ, എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല. അപ്പൊ ഞാൻ പറയില്ല, എന്റെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, കൂടെ വരുന്ന പയ്യൻ. അവൻ വന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം പുറത്തു പോയാണ്. അവൻ എന്നെ അവിടെ ഒരു മോളിലാണെന്നോ കൊണ്ടുപോയി. മോളിൽ തന്നെ കൊണ്ടുപോയി.
അല്ല കൊണ്ടുപോയിട്ട് അപ്പൊ കളഞ്ഞിട്ട് പോയാ. ടോണി എൻ്റെ പാരലിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പാരലി എവിടെയാണ് ഇന്ന സ്ഥലത്തുണ്ടോ. പുള്ളി ഭയങ്കര സീരിയസ് ആണ്. ഭയങ്കര സീരിയസ് ആയിട്ട് വെച്ചാൽ ഞാൻ എന്നെക്കാളും പ്രായം ഉണ്ടാവും, ഇതാണല്ലോ സീരിയസ്, ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. എവിടെയുണ്ട്, ഞാൻ അവിടെ വരാം, കാണാൻ വരാം. ഓക്കെ വന്നാൽ മതി, നമുക്ക് ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇവിടെ ഒന്നും പബ്ലിക് ടോയ്ലറ്റ് ഇല്ലെന്നുള്ള കാര്യം. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പൈസ കൊടുത്താലേ പറ്റുള്ളൂ. മോളിന്റെ അകത്തായാലും കയറണമെങ്കിൽ പൈസ കൊടുക്കണം. പൈസ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട്. കോയിൻ ഇട്ടാലും നമുക്ക് ആ ഡോറ് തുറന്നു വരുള്ളൂ. ഞാനുണ്ടായ 2ാമത്തെ ദിവസം ഉണ്ടാകും, ഞാൻ മുള്ളാൻ മുട്ടിയിട്ട് ഓടിച്ചെന്ന് മോളിനകത്ത് കയറുന്നു. ഒരു രീതിയിൽ ഞാൻ ടോണി കണ്ട് വാഷ്റൂം പോകണം, ഓടിച്ചെന്ന് വാഷ്റൂമിലോട്ട് പോകണം, ഡോറ് തുറക്കാൻ നോക്കണം, പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സൈഡിൽ ഒരു ഫോറിനർ ഇങ്ങനെ കാലൊക്കെ ഒത്തൊരു പയ്യെ, ഒരു ഒരാടിപ്പൊക്കെ ഉള്ള പയ്യെ ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ട്. എന്നെ നോക്കി, എന്നെ നോക്കിയിട്ട് കോയിൻ ബോക്സിൻ്റെ കോയിൻ ഇടുന്ന സ്ഥലത്തോട്ട് നോക്കണം. പിന്നെ പൈസ എന്തോ യൂറോയിൽ കാണിച്ചിട്ടുണ്ട്, യൂറോ സെന്റിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ കയറി അത് ഉടനെ കോയിൻ കൊണ്ടുവന്നിട്ട് എനിക്കറിയാൻ മതി. ഇൻട്രോഡക്ഷൻ അതാണ്. എനിക്ക് ആദ്യമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് കയറിയാൽ മതി. ഞാൻ ഓടിപ്പോയി ഇതാക്കി തിരിച്ചൊന്ന് കൈ കഴിയുന്നിട്ട് ഹായ് പരിചയപ്പെട്ട് എങ്ങനെയുണ്ടായിരുന്നു യാത്ര. പുള്ളി ടോണി പറഞ്ഞ 6 അടി പൊക്കമുണ്ട്, നല്ല ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയാണ്, സെറ്റ് ബോഡിയൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടു പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ വിനൂടെ പറഞ്ഞിട്ടുണ്ട്, വിനു റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യം വിനുവിന്റെ കാര്യങ്ങള്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങൾ തമ്മിൽ കമ്പനിയായി. അപ്പൊ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് അടുത്ത വീക്കെൻഡ് മീറ്റ് ചെയ്യാം, എനിക്കൊന്നും വർക്കില്ല, അപ്പം ഇറങ്ങിയാൽ മതി, അന്ന് നിങ്ങൾക്ക് ഓഫ് ആണല്ലോ, ക്ലാസ്സിലല്ലോ, വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വിളിച്ചു, പുള്ളി എന്നെ കൊണ്ട് പുറത്തു പോയി, എനിക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മതി. പുള്ളിയായിരുന്നു എന്റെ അവിടുത്തെ സ്പൾബർ, മനസ്സിലായോ? പുള്ളി എനിക്ക് അവിടുത്തെ ഗൈഡെന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അവിടെ A to Z എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നതും എല്ലാ കാര്യങ്ങളും. ഈവൻ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിലും പുള്ളിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യണതും പറഞ്ഞു തരുന്നതും ഗൈഡ് ചെയ്യണതും. ടോണി എന്താണ് അവിടെ ചെയ്യുന്നത്? ടോണി അവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണം, സ്വീഡിഷ് ബാങ്കിൽ വർക്ക് ചെയ്യണം. അങ്ങനെ പുള്ളിയാണ് എന്റെ ഗൈഡ്. നിന്നെ പുള്ളിക്ക് അല്ലാതെ തന്നെ അറിയാം, ഈ വീഡിയോയിൽ കണ്ടുള്ള പരിചയമുള്ളതുകൊണ്ട്. ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു, കാരണം പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രീഡം ആയിട്ടാണ് തന്നെ എന്നെ എന്തോ 10 വർഷമായിട്ട് അറിയാന്നുള്ള രീതിയിലാണ് പുള്ളി പെരുമാറ്റം. എനിക്കാണെങ്കിൽ പുള്ളി കംപ്ലീറ്റ് സ്ട്രേഞ്ചറാണ്, ഒരു ഐഡിയ ഇല്ല, പുള്ളി കുറച്ചൊരു ക്ലൂ ഇല്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ഓക്കെ നമുക്കൊരു ഇത് കാണുമല്ലോ, നമ്മുടെ ഒരാൾ ഓവർ ക്ലോസ് ആകുമ്പോൾ നമുക്കൊരു പേടി കാണുമല്ലോ. പിന്നെ കുറച്ച് ദിവസം എടുത്ത് എനിക്ക് ഞാൻ ടോണിനെ പറഞ്ഞത്, ടോണി എന്നെ ഇത്തിരി നാൾ അറിയാവുന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്തിരി ഫിയർ ആയിട്ട് ഞാൻ ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെനിക്ക് പരിചയക്കുറവ് കാരണമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പുള്ളി എല്ലാത്തിനും പോസിറ്റീവാണ്, പുള്ളി സപ്പോർട്ടീവാണ്, പുള്ളി അത് ഓക്കെ ആയിട്ടെടുത്ത്. നല്ല രസമായിരുന്നു പുള്ളിയായിട്ടുള്ളത്. പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, എന്നെ കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പുതിയൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമ്മളൊരു ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു തരും. അതേപോലെ പുള്ളി ഹെൽപ്പ് എന്നല്ല, പുള്ളിയാണ് ഞാൻ സത്യം ലാറ്റ്വിയാന്ന് ഓർമ്മ വരുമ്പോൾ എനിക്ക് ടോണിയാന്ന് ഓർമ്മ വന്നു. കാരണം കാരണം എനിക്ക് വിനു തന്നതിൽ ബെസ്റ്റ് ഇതായിരുന്നു അത്. ഇതിന്റെ ഒരു ഉപയോഗം ലാറ്റ്വിയൻ ജേർണിയിൽ A to Z, അതായത് ഞാൻ ലാറ്റ്വിയിൽ നിന്ന് പോകുന്നവരെയും പുള്ളി തന്നെയാണ് ഫുൾ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള. അത് ഞാൻ അവിടെ ഗോഡ് ഫാദർ, അതെ അത് തന്നെയാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ടോണിയായിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോയപ്പോൾ ടോണി എന്നെ അവിടെ റഷ്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് റഷ്യൻ മാർക്കറ്റ് നല്ല ഇപ്പോൾ പറഞ്ഞാൽ അവരവിടെ മാർക്കറ്റാണ്, നമ്മുടെ ചന്തയില്ലേ, നമ്മൾ ചന്തയിൽ പോകുന്നത് എങ്ങനെയാണ് അതേപോലെ ഇതവർ മറ്റേ വലിയൊരു ഡോം കണക്കത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്താണ് ഈ മാർക്കറ്റ്, കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളിട്ട് മാർക്കറ്റ് കിടക്കുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി, മീന്, പച്ചക്കറി എല്ലാം പുറത്താണ്, പച്ചക്കറി സാധനങ്ങളെല്ലാം മാക്സിമം പുറത്താണ്. പിന്നെ അകത്ത് മറ്റേ ഈ ചെറിയ ആൾക്കാർ കൊണ്ടൊന്ന് വിൽക്കുമല്ലോ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ചന്ത അതേപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ അവിടെ അവർക്ക് മാത്രം ഒരു സെപ്പറേറ്റ് സ്ഥലമുണ്ട് റിഗ സിറ്റിയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. അപ്പം എന്നെ കൊണ്ടുവന്ന് മാർക്കറ്റ് മൊത്തം ചുറ്റി കാണിച്ചു തന്നു. അപ്പം ഞാൻ ആദ്യം ചാളയാണ്, വൃത്തിയാക്കിയ ചാള കിട്ടും, മീൻ വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഓൾറെഡി, നമുക്ക് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 2 യൂറോ ആയിട്ടാണ്, 200 രൂപ ഇവിടുത്തെ. ഓ അത് ഭയങ്കര ചീപ്പാണല്ലോ, ഇവിടെ തന്നെ നല്ല 1 കിലോ
ഇവിടെ വില കൂടുതലാണ് അമ്പലത്തിൽ ഇപ്പൊ. അത് നമുക്ക് പിന്നെ വരാം, വേറൊരു പോഡ്കാസ്റ്റ് പറയാം. അപ്പം ശ്രീകാന്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പം അവിടെ പിന്നെ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് പോർക്കാണ്. യൂറോപ്പ് ഫുൾ എല്ലായിടത്തും പോർക്കാണ് അവരുടെ മെയിൻ മീറ്റിന്റെ സോഴ്സ് പറഞ്ഞ പോർക്കാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ചിക്കൻ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം പറഞ്ഞോളൂ. ബീഫ് ഒന്നൊക്കെ കിട്ടാൻ തന്നെ പാടാണ്. ബീഫ് വളരെ കുറച്ച്. മട്ടൺ ഇല്ല അവിടെ. ഞാൻ മട്ടൺ റെയർലി ഇന്ത്യൻ ഷോപ്പിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ടർക്കി ഉണ്ട്, ടർക്കി ഉണ്ട്, ഡക്ക് വരും. ലാറ്റ്വിയയില് മാനിറച്ചി കിട്ടും. ഞാൻ കഴിച്ചില്ല. അത് അവര് അവിടെ നല്ല കൊണ്ടുവരണം, വേറെ എവിടെ നിന്ന് വാങ്ങിക്കണം. അത് വിലയും ഭയങ്കര കൂടുതലാണ്. അവരെന്തോ 70 യൂറോയ്ക്ക് എടുത്ത് മറ്റേ മാൻ വലിയ പീസ് ഇട്ടിട്ട് അത് മുറിച്ച് അവര് വേറെ വെച്ചാണ് എടുക്കുന്നത്. അങ്ങനെയാണ്. മാർക്കറ്റിൽ പോയി ടോണി നിന്നെ മാർക്കറ്റിൽ ചാള വാങ്ങിച്ച് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഒരു അമ്മച്ചി ഇരുന്ന് ഒരു സാധനം വിൽക്കണം. ഞാൻ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ഇവിടുത്തെ മറ്റേ ബാറ്റ്. പുറത്ത് വിൽക്കാം, ചന്തയിൽ വിൽക്കും ബാറ്റ്. സ്വപ്നം കണ്ട ഒരു ഇത്രയുള്ള ഷോർട്ട് ഗ്ലാസ്സിന് 2.5 യൂറോ, 2.69. അവിടെ ഷോർട്ട് ക്ലാസ് തരും. അവിടെ തന്നെ ഒഴിച്ചു സിനിമയിലെ കാണുമല്ലേ മറ്റേ അവര് കുപ്പിയിലാക്കി കൊണ്ടുവന്നു, ബാരലിലും കുപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ട്. കുപ്പിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫുള്ളിന് 52 യൂറോ വെച്ചിട്ടുണ്ട്. അത് നല്ല വിലയാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മദ്യം വെച്ച് നോക്കുകയാണെങ്കിൽ. അത് ഭയങ്കര വിലയാണ്. എന്തിന്ന് പറ്റിയ സാധനം? ഉരുളക്കിഴങ്ങ് ഇട്ട് വരണയാണ്. ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയപ്പോ ടോണി വാങ്ങിച്ചു കഴിച്ചോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ബസ്സിൽ കയറി. അത് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്ന് കയറി ഞാൻ തിരിച്ച് കോളേജിലോട്ട് പോയാണ്. ഇത് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബസ്സിൽ ഇരിക്കുന്നു. ഇത് കഴിച്ചതിന്റെ എഫക്റ്റ് എനിക്ക് അപ്പോഴാണ് തുടങ്ങണം. ദേഹമൊക്കെ അങ്ങ് ചൂടാവാൻ തുടങ്ങി. തീർത്തൈലെന്ന് പറയണെങ്കിൽ ദേഹം അങ്ങ് ചൂടാൻ തുടങ്ങി. ഞാൻ അതുവരെ അങ്ങനത്തെ സാധനം കഴിച്ചിട്ടില്ല. നല്ല ചൂടായി വന്നു. എനിക്ക് ജാക്കറ്റ് ഉണ്ട്, ഞാൻ ജാക്കറ്റ് ഊരി അവിടെ എത്തി തപ്പിച്ച് നടന്നു പോയിട്ട് ജാക്കറ്റ് സാധനം പോയത്. നൈസ് സാധനമായിരുന്നു. ഞാൻ ശരിക്കും അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇരുന്നത് നിങ്ങൾക്ക്. പക്ഷെ ഞാൻ രാജ്യത്ത് പോകാൻ പറ്റിയില്ല എനിക്ക്. അത് കാരണമാണ് ഞാൻ അത് കൊണ്ടുവരാൻ പറ്റൂല. കൊണ്ടുവരാൻ പറ്റില്ല. അത് ബില്ലില്ലല്ലോ, ചന്തയിൽ വിൽക്കുന്ന സാധനമല്ലേ. ഇതൊന്നും കാണൂലല്ലോ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ബില്ലൊന്നും ചോദിക്കില്ല. അപ് ടു 2 liters അവർ ബില്ല് ചോദിക്കുന്നില്ല. ബ്രാൻഡിങ് ഒന്നുമില്ല. ബ്രാൻഡ് ഉണ്ടാകും. അവരത് തുറന്നു നോക്കാറില്ല. അവർ സ്കാൻ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല അവരുടെ ജോലി. ഒരു കുപ്പിയിൽ ബ്രാൻഡ് ഉള്ളതുകൊണ്ടല്ലോ അവർ നോക്കുന്നത്. അവര് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഗോൾഡ് മെയിൻ സാധനങ്ങൾ അതൊക്കെയാണ് അവർ നോക്കണം. ഡ്രഗ്സ് സാധനങ്ങളൊക്കെയാണ് നോക്കണം. വെപ്പൺസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നോക്കണം. പിന്നെ നിന്റെ ലാത്തിയയിലെ ബാക്കി പിന്നെ നീ ഇതിലായിരുന്നു ഉരുളക്കിഴങ്ങ് തന്നെയായിരുന്നു? ഇല്ല ഉരുളക്കിഴങ്ങല്ല. ഞാൻ പല സാധനങ്ങള് അവിടെ പിന്നീട് ഞങ്ങളുടെ റൂമില് ഒരു അവിടെ സൂപ്പർ മാർക്കറ്റ് സാധനങ്ങളുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമല്ലോ. നമ്മള് ഫുഡ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഈ സാധനം എടുക്കാം, ബില്ല് ചെയ്യുക, വരിക. പിന്നെ ആ പടം ഈ 18 വയസ്സിന് മുകളിലാണെന്ന് മാത്രം കാണിക്കണം, ഐഡിയ കാണിക്കണം. പിന്നെ നമ്മളെ കാണുമ്പോഴേ മനസ്സിലാവില്ല. ചോദിക്കാറില്ല. പിന്നെ ഫസ്റ്റ് ജോലി ഇല്ലായിരുന്നു. ആദ്യത്തെ കുറെ നാൾ ജോലി ഇല്ലായിരുന്നു. കാരണം വിന്റർ ആയിരുന്നു. ഈ ജോലി കിട്ടില്ല. എവിടെയൊക്കെ പോയാലും ടോണി പറഞ്ഞ് ശ്രമിച്ചു നോക്ക്, വിന്റർ ആയതുകൊണ്ട് പാടാണെന്ന് പറഞ്ഞു. അങ്ങനെ ടോണിയാണ് എനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം മൊത്തം. ടോണി ഇരുന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരാള് ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടെന്നത് എല്ലാ കാര്യത്തിലും പുള്ളി കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ജോലി അപ്ലൈ ചെയ്യാനാണെങ്കിലും ഒരു കാര്യത്തിൽ കൊണ്ടുപോയി പറഞ്ഞു തരാനാണെങ്കിലും എല്ലാത്തിനും പുള്ളി ഒരു ഓഫ് ഡേ ഉണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ വേറെ അധികം സുഹൃത്തുക്കൾ കുറവാണ്. പുള്ളിയുടെ കൂട്ടുകാരന്മാരെല്ലാം പലയിടത്തായി ജോലിയായിട്ട് പോയി. പിന്നെ പുള്ളി ഒറ്റയ്ക്കാണ്. പുള്ളിക്ക് വൈഫ് നാട്ടിലാണ്. ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പൊ എന്റെ അടുത്ത് വലിയ കാര്യമാണ് ഒരു അനിയൻ എങ്ങനെ ഉണ്ടോ, അനിയൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ലൈഫിൽ അങ്ങനെ ഒരാൾ നിന്ന് എന്നെ കൊണ്ടുപോകണം, ടേക്ക് കെയർ ചെയ്യണം. അത് നമുക്ക് ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പുള്ളി ചേട്ടൻ എന്ന് പറയുന്നത് പുള്ളിക്ക് 28 വയസ്സേ ഉള്ളൂ. പക്ഷെ സൈസ് വെച്ച് എന്റെ ചേട്ടനെ പോലെയാണ്. നമുക്ക് അവിടെ ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പൊ നമ്മള് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ പുള്ളിയാണ് എനിക്ക് മെയിൽ അയച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു ദിവസം ഒരു 10-20 അടുത്ത് വെച്ചൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പുള്ളി അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരിടത്തുനിന്ന് ഒരു റിപ്ലൈ ഇല്ല. അവർ ഹയർ ചെയ്യുന്നില്ല. വിന്ററിൽ ഒരിടത്ത് ഹയർ ചെയ്യില്ല അവര്. അങ്ങനെ KFC കയറി ചോദിക്കുന്നുണ്ട്. KFC ഒക്കെ കുറച്ച് ഒരു 10-15 KFC ഒക്കെ ഉള്ളു ആ ഏരിയയില്.
അതിന്റെ റിഗ എന്ന് പറയുന്ന സിറ്റി അത് പറഞ്ഞില്ലല്ലോ. റിഗ എന്ന് പറയുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിനേക്കാളും തിരുവനന്തപുരത്തിന്റെ ഒക്കെ വലിപ്പം വരും, എന്നാൽ തിരുവനന്തപുരത്ത് അത്രയും കാര്യങ്ങളില്ല, ഇവന്റ്സ് ഇല്ല. അത് എങ്ങനെ ഞാൻ മനസ്സിലെന്ന് വെച്ചാൽ, ഞാൻ റിഗയിൽ പുറത്തോട്ട് പോയി, അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാടങ്ങൾ മാത്രമേ ഉള്ളൂ, തീർന്ന സിറ്റി. 10 മിനിറ്റ് ആളില്ല. ലാറ്റ്വിയയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? വളരെ കുറവാണ്. എനിക്ക് തോന്നി 2 കോടി ഉണ്ടാവുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് അവിടെ നോക്കണം. ഞാൻ ആ സമയത്ത് എനിക്ക് അറിയാം കേരളത്തിന്റെ അത്രയും ഉണ്ടെന്ന്. നീ മറ്റേ പെണ്ണുങ്ങളുടെ മറ്റേ സംഭവം കേരളത്തിൽ കുറവാണെന്ന് മാത്രമേ അറിയാം. പറഞ്ഞു നോക്കിയിട്ടും കാര്യമില്ല, അവിടെ പൊക്കമുള്ള ആൾക്കാരാണ്, നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. അത് ഞാൻ പറയാം. അപ്പം ഇങ്ങനെ ജോലിയൊന്നും ഇല്ല, അപ്പം സൂപ്പർമാർക്കറ്റിൽ പോവുക, വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂം മാറി, വേറെ പയ്യന്മാരോട് കമ്പനിയായി റൂം മാറി. അപ്പം ഞാനും അതിൽ കണ്ണൻ എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവനും കൂടെ വേറെ റൂം എടുത്ത് അവിടെ ഹോസ്റ്റലിൽ വേറെ 2 പയ്യന്മാരോടെ, അവന്മാരുടെ കൂടുതൽ കമ്പനിയായി. അപ്പൊ അവന്മാരോടെ മാറി. തേച്ചൊന്നുമല്ല അത്. ഫസ്റ്റ് ജോലിയുടെ കാര്യം. ജോലി കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ എനിക്ക് ജനുവരി മാസമാണെന്ന് തോന്നുന്നു. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും, പോയത് സെപ്റ്റംബറിലല്ലേ, ജനുവരി ആയി, നല്ല പീക്കിലിരിക്കുന്നു തണുപ്പ്. അപ്പൊ ഞാൻ ഈ ബോൾട്ട് രജിസ്റ്റർ ചെയ്തു. ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി ആപ്പാണ്. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തിട്ട് അത് ഓടാൻ തുടങ്ങി. വണ്ടി സെക്കൻഡ് ഹാൻഡ് സെറ്റ് ചെയ്ത്, സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ല, അത് 2002 മോഡൽ ഒരു ഓളോ. ഞാൻ വേറെ പേരും കൂടെ ഇതാക്കി ഓടാൻ തുടങ്ങി. അങ്ങനെ അത് ഓടി, കുറച്ചാൾ ഓടി. ഞാൻ അവിടെ പയ്യെ ഓടിച്ച് 2 ദിവസം എടുത്ത് അവിടെ നോക്കാം. ഇവിടുത്തെ ലൈസൻസ് മതിയായിരുന്നു 6 മാസത്തോളം. അത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വേണമെന്നാണ്. പക്ഷെ അവിടെ അത് അത്ര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കത് പ്രശ്നം വന്നില്ല. ഇപ്പൊ സ്ട്രിക്റ്റ് ആയി അവര്. അപ്പൊ അവിടെ അത് വെച്ച് ഓടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ കുറച്ചാൾ കുഴപ്പമില്ല. ആ ഒരു കോളേജിന്റെ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുപാടിൽ തന്നെ ഡെലിവറി ചെയ്തോണ്ടിരുന്നു. അത് സിറ്റിയിൽ പോയി, ഞങ്ങൾ 2 പേരായിരുന്നു ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യും, അവൻ ഡെലിവറി ചെയ്യും, അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ദൂരോട്ടൊക്കെ പോകാൻ പറ്റും, ദൂരോട്ട് പോകാൻ പറ്റും. പൈസ സെയിം തന്നെയാണ് കിട്ടുന്നത്, വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ട് വരില്ല, കാരണം ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്, അവൻ ഇറങ്ങി പോകും. അപ്പോഴത്തേക്കും ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവൻ തിരിച്ചു കയറും. അങ്ങനെയായിരുന്നു. കുഴപ്പമില്ല, വലിയ ഇതൊന്നുമില്ല. എന്നാലും തൽക്കാലം നമുക്ക് ജീവിച്ചു പോവാം, കുറച്ച് പൈസ കാര്യങ്ങൾ നടന്നു പോകും. അങ്ങനെയായിരുന്നു. അവന് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അവന് ജോലി കിട്ടി, അവൻ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ ഇങ്ങനെ ഓടി, 1 മാസത്തോളം ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജോലിയായി. എനിക്ക് ജോലി കിട്ടിയ കഥ എന്ന് പറയുന്നത്, ഞാൻ അവിടെ പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ടോണി അപ്ലൈ ചെയ്തിട്ട്, ടോണിയുടെ അപ്ലൈ ചെയ്യല്ല, ടോണി ഒരാളുടെ സംസാരിച്ച് പരിചയപ്പെട്ടിട്ട് അയാൾ ആ കമ്പനിയിലാണെന്ന് പറഞ്ഞിട്ട് ടോണി അയാൾ വഴി അപ്ലൈ ചെയ്യിപ്പിച്ചു. അവിടുത്തെ എംപ്ലോയി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർ നോക്കും. അങ്ങനെ റെഫറൽ വന്നപ്പോഴത്തേക്കാണ് എന്റെ പ്രൊഫൈൽ നോക്കിയത്. അവർ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരു ഇന്ത്യൻ ആയിരുന്നു, അതായത് ഒരു കോയമ്പത്തൂർ എന്നുള്ള പുള്ളിയായിരുന്നു എന്റെ ഇന്റർവ്യൂ എടുത്തത്. അപ്പം ഇന്റർവ്യൂ നല്ല രീതിയിൽ പോയി, കുഴപ്പമില്ലായിരുന്നു. അത്ര നല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. ഇന്റർവ്യൂ കൊടുക്കുന്നത് മനസ്സിലായില്ലേ? പിന്നെ ഞാൻ തലേദിവസം ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ പറയണം, പ്രിപ്പയർ ചെയ്താണ് പോയത്. അങ്ങനെ ഞാൻ പ്രിപ്പയർ ആയിട്ട് പോയി, ജോലി കിട്ടി. ഒരു യു എസ് കാനഡ ക്ലയൻസ് ഉള്ള ഒരു കമ്പനിയായിരുന്നു, എയർലൈൻസിന്റെ. അവിടെ കുറച്ചാൾ ഒരു 2 മാസം ഉണ്ടായിരുന്നു. കുറച്ചാൾ ട്രെയിനിങ്, അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇച്ചിരി പാടായിരുന്നു, വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാം ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് അത്ര നാൾ എക്സാം ഇല്ലായിരുന്നു ജോലി കിട്ടിയപ്പോൾ. അത് എക്സാം ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് ഡേ ടൈമിൽ ഞാൻ പഠിക്കണം, നൈറ്റ് ജോലിക്ക് പോകണം, ഡേ ടൈമിൽ എക്സാം കോളേജിൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകണം. അപ്പോൾ ഉറക്കമില്ല. അങ്ങനെ കുറച്ചായപ്പോഴത്തേക്കും എൻ്റെ പിരിവെട്ടി. അവസാനം ഈ വർക്ക് ശരിയാവാതെ ആയപ്പോഴത്തേക്കും ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ. അതൊരിച്ചിരി ബുദ്ധിമുട്ടായി, കാരണം ക്ലാസ്സിൻ്റെ എക്സാം നല്ല മോശമായി തുടങ്ങി. മോശം വെച്ചാൽ പൊട്ടിയില്ല, എല്ലാം പാസ്സായി. എന്നാലും നമുക്ക് പഠിച്ചിട്ട് പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഉറക്കം ശരിയാവാത്ത കാരണം ഒന്നും പറ്റില്ല. നമുക്ക് ലാറ്റിൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നു എക്സാം, അതിന് A1 എക്സാം ഉണ്ട്. നമുക്ക് A1 ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജ് പഠിക്കായിരുന്നു, ഞാൻ ലാംഗ്വേജ് പഠിച്ചായിരുന്നു അവിടെ. അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ സുഖമാണോ എന്തൊക്കെ ഉണ്ട്, മറന്നുപോയി. 2 മാസമേ പഠിച്ചുള്ളൂ, 2 മാസത്തെ ഒരുമിച്ചുള്ള കോഴ്സാണ്. അപ്പൊ ആ സമയത്ത് നല്ല ഫ്ലുവന്റ് ആയി.
എന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിക്കാനും കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവാനും അവർ നമ്മൾ ബസ്സിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്താണ് സംസാരിക്കുന്നത്, കുറിച്ച് സംസാരിക്കുന്നത്, വേർഡ്സ് കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് അത് വെച്ച് മനസ്സിലാവും. അപ്പം അങ്ങനെ ഇതാക്കിയിട്ട് എന്താ പറഞ്ഞത്, അങ്ങനെ മനസ്സിലായി. മനസ്സിലായി. 2 മാസം കഴിഞ്ഞ് ജോലി കിട്ടും. എക്സാമിന്റെ ഇത് കാരണം നമുക്ക് ഈ ലാറ്റിൻ വർക്കില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഒരു ഭ്രാന്താവണ അവസ്ഥയായി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക്. മനസ്സിലായി. ഭയങ്കര അപ്പൊ ഞാൻ എന്റെ കൂടെ എന്റെ കോളേജിൽ തന്നെ ഒരു പയ്യനുണ്ട്, അവനെ ഞാൻ അവിടെ വെച്ച് കാണുമ്പോഴാണ് പരിചയപ്പെടുന്നത്, എന്റെ കോളേജിലാണെന്ന് അറിയണത്. ഈ 250 പേരുള്ളതുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഉള്ളതെന്ന്. അവിടെ ഉണ്ടായിരുന്ന 5 പേര് എന്റെ ക്ലാസ്സിലുള്ളവരായിരുന്നു. അങ്ങനെ ഞങ്ങള് 2 പേര് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങി. കോളേജിൽ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം 2 സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് അടിപൊളി. പിന്നീട് ഞാൻ ആ സമയത്ത് വേറെ ചെറിയ ചെറിയ ജോലികൾ, എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ വേറൊരുത്തരെ പരിചയപ്പെട്ട്, അവൻ ഉണ്ടായിരുന്നുണ്ട്. അപ്പം അവൻ്റെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അവ പറഞ്ഞ് 2 പേര് വേണം, ചേട്ടനും കൂടെ വരണമെന്ന് ചോദിച്ചു. അവൻ കൊച്ചിന്നുള്ള പയ്യനാണ്. ഞാൻ വരാം. അത് ഈ ഒരു അപ്പാർട്ട്മെന്റ് ക്ലീനിങ് പരിപാടിയായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു, നൈസ് പരിപാടിയായിരുന്നു. ചെറിയ എമൗണ്ടേ ഉള്ളൂ, ഈ ബോൾട്ട് ഓടുന്നതിനേക്കാളും കുറച്ചുകൂടെ കിട്ടും. അത് ഇങ്ങനെ പോയി. അപ്പൊ അത് ശാശ്വതമായിട്ടൊരു ജോലിയല്ല. ഒരു നമ്മള് ഇതിലധികം നാൾ നിൽക്കാൻ പറ്റില്ല. ഒരു വർക്ക് പെർഫോമൻസിലോ കാര്യങ്ങളിലോട്ട് മാറി നമുക്ക് അവിടെ സെറ്റിൽ ആകാനുള്ള ഒരു പരിപാടി ഓപ്ഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഈ ജോലി ഇങ്ങനെ മാറി കയറുമ്പോൾ ഞാൻ ഇങ്ങനെ ജോലി കിട്ടാതെ ഞാൻ ഞാനൊരു ഡോക്ടറല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണം, വീട്ടിൽ പോയി പല്ലും വീട്ടിൽ നിന്നാ പോലെ സുഖമായിട്ട് കറങ്ങണ കസേരയിരുന്ന ഞാൻ ഈ മാതിരി പരിപാടിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ എന്തുകൊണ്ടാണ് വന്നത്, നമുക്കൊരു ചേഞ്ച് വേണം, ആ ഒരു എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ഇതുണ്ട്. പക്ഷെ അത് ആ ഒരു രീതിയിൽ കണ്ട് ഞാൻ ചെയ്യണത് എന്റെ ആ ഒരു ഇതെന്നുള്ളത് ഈഗോ അല്ല, എന്താ പറയാ, ആ ഒരു ഇതില്ലേ, ഞാൻ അത് എടുത്ത് മാറ്റിയാൽ മാത്രമേ എനിക്ക് ഫ്രീ ആവുള്ളൂ. ഞാൻ അങ്ങനെ ഞാനത് കുറച്ച് ടൈം എടുത്ത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനത് കളഞ്ഞു. അപ്പൊ എനിക്ക് ഫ്രീ ഓഫ് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു ഇതിലോട്ട് വന്നെത്തി, മൈൻഡ് സെറ്റ് എത്തി. കാരണം എനിക്ക് അവിടെ റോൾ മോഡലായിട്ട് വേറെയും പല ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ അഡ്വക്കേറ്റ്സ് ഡോക്ടേഴ്സ് പലരും ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഓക്കെ ജസ്റ്റ് നമ്മളെല്ലാവരും പലരും പല കാരണങ്ങൾ, എല്ലാവർക്കും പല കാരണങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ട് വരാനായിട്ട്. എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇതേ കണക്കുള്ള കൺട്രികളിൽ വരുന്ന എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി ആണ്, എന്തുകൊണ്ടെന്നുള്ള അവർക്കൊരു ചേഞ്ച്, ചിലര് പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഓരോരുത്തർക്കും ഒരു കഥയുണ്ട്. നല്ല രസമാണത്. വെച്ചാൽ ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ഇൻഡിപെൻഡന്റ് കഥയുണ്ട്. പക്ഷെ വരാനായിട്ടുള്ള കാരണങ്ങളും ഇതായിട്ടൊരു കഥയുണ്ടാവും. നിന്റെ യഥാർത്ഥ കഥ എന്തായിരുന്നു? അപ്പൊ എന്റെ ഒരു ഇത് പറയുന്നത്, ഞാൻ നോക്കുമ്പോൾ ലൈഫ് ആ ഒരു ക്ലിനിക്ക്, വീട്, പിന്നെ നിങ്ങള് ഈ ഒരു ഇതിന്റെ അകത്ത് തന്നെ മറ്റേ തുടലില് അടിച്ചിട്ട് പട്ടിയപ്പെടുന്ന ഞാൻ ഇതിന്റെ അത് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ ലൈഫ് അതിന്റെ അത് സ്റ്റക്കായി. അങ്ങനെയാണ്. കാരണം എനിക്കൊരു ഹാപ്പി പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളോട് വന്നിരിക്കുന്ന മാത്രമേ ഉള്ളൂ. എനിക്ക് വേറൊരു പുറത്തോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റില്ല. ഇമാതിരി ഒരു പ്രശ്നമാണ്. കാരണം ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. റെസ്ട്രിക്റ്റഡ് ആണ്. ഞാൻ ഒരുപാട് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. കാരണം കുഞ്ഞും 2-2.5 വയസ്സേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇതുണ്ട്. ആ സമയത്ത് അവർ സ്ഥിരം ആശുപത്രിയിലാണ്. നിങ്ങൾക്ക് അതൊക്കെ അറിയാതിരിക്കല്ലോ, ആശുപത്രി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചെലവും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റം വേണം. കാരണം നിങ്ങൾക്ക് അതിന്റെ അപ്പോഴത്തെ ഒരു ഇതറിയായിരിക്കും. ഡാർക്ക് സർക്കിൾസ് ആയിട്ട് ആകെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നത്. ആ ഓട്ടവും കാര്യങ്ങളെല്ലാം ഒരു സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ജോലി ഇത് ഒരേ സാധനം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. ഒരു വേറൊരു ഇത് വരുന്നില്ല. ആപ്പാടെ വരുന്ന നിങ്ങളോട് കുക്കിങ്ങിന് വരുമ്പോൾ അത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ദാസനായിട്ട് സിനിമയ്ക്ക് പോകണം മാത്രമേ ഉള്ളൂ. ആ ഒരു എനിക്ക് റിലാക്സ് അതാണ് ഇവൻ മറ്റേ കറങ്ങണ കസേര ഇരിക്കണം തിയേറ്ററിലല്ലേ. അത് ഇതിന് അവസാനത്തെ 6 മാസം അങ്ങനെയായിരുന്നു. അവസാനത്തെ 6 മാസം 4 മാസം അങ്ങനെയായിരുന്നു തിയേറ്ററിലായിരുന്നു. എക്സ്പ്ലോർ ചെയ്യണം. എന്റെ ഒരു ഇതിൽ ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ ബൈക്കിൽ ഫുൾ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അത് കൊറോണ എല്ലാം വന്ന് എല്ലാം ഇതായി. പിന്നെ എല്ലാം ലൈഫ് മൊത്തത്തിൽ മാറിപ്പോയി. ഫാമിലി ആയി, കാര്യങ്ങളായി, ആ രീതിയിൽ പോയി. അപ്പൊ എനിക്ക് ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഒത്തിരി നാൾ പോയിട്ട് പെട്ടെന്ന് എന്റെ ലൈഫ് ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന് ഞാൻ കുറെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി.
സ്കിപ്പായി പോയി എൻ്റെ ലൈഫ്. അതിൻ്റെ ഇടയിലുള്ള ഒരു എൻജോയ് ചെയ്യേണ്ട ഒരു മൊമെന്റ്, ജോലി കിട്ടിയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് മിസ്സായിപ്പോയി. അപ്പം എനിക്കത് ഉണ്ടായിരുന്നു, ഒരു ചേഞ്ച് വേണമെന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആവാൻ തുടങ്ങി. അപ്പൊ അതാണ് എന്റെ ബാക്ക് സ്റ്റോറി. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് മാറി ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാൻ പോയത്. പിന്നെ അവിടെ ജോലിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഇത് ചെറിയ വർക്കുകൾ ചെയ്ത് അങ്ങനെ എനിക്ക് ഒരു ഇത് വരണില്ല. കാരണം നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാർഡ് കിട്ടൂല. ഈ ഇങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് പെർമിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ശരിയാവില്ല. അപ്പം എന്റെ കോളേജിൽ നിന്ന് തൃശ്ശൂർ നിന്നുള്ള 2 പയ്യന്മാരുണ്ടായിരുന്നു. നല്ല സ്നേഹമുള്ള പയ്യന്മാരാണ്. അവന്മാര് എനിക്ക് മുമ്പേ വേറെ കൺട്രിയിലോട്ട് പോയായിരുന്നു, പോളണ്ടിലോട്ട്. അവന്മാർക്ക് അവിടെ പരിചയക്കാരുണ്ടായിരുന്നു, അവരോട് ജോലി സെറ്റായിരുന്നു. അപ്പൊ ഞാൻ ഇവര് കാര്യം പറഞ്ഞിടാ ഇത് കണക്കാണ്, അവിടെ എങ്ങനെ സ്കോപ്പ് ഉണ്ടോ ചോദിച്ചപ്പോൾ അവന്മാര് പറഞ്ഞ് സ്കോപ്പ് ചേട്ടാ ഇപ്പൊ ഇല്ല, നോക്കട്ടെ വരുമ്പോ ഞാൻ പറയാൻ തോന്നി. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറയും, ചേട്ടാ അടുത്ത ആഴ്ച വരാൻ പറ്റും. ചേട്ടാ എനിക്ക് ഈ പരീക്ഷയാണ് ഈ ആഴ്ച, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യമില്ല, കംപ്ലീറ്റ് ചെയ്ത അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ പരീക്ഷ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് സെമിസ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. അപ്പൊ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു പയ്യുണ്ട്, അവന് 30 വയസ്സുണ്ട്. അവൻ ഞാൻ പറയില്ലേ എന്നെ ജോലി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവൻ ഇച്ചിരി ആവശ്യങ്ങളൊക്കെ ഉള്ള പയ്യനായിരുന്നു. കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അവനും രക്ഷപ്പെടാനായിട്ട് വന്നൊരു പയ്യനാണ്. എല്ലാവരെയും പോലെ ജോലി കിട്ടും, അവന് ജോലി വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ കിട്ടിയില്ല. അപ്പം അവനോട് ഞാൻ ചോദിച്ചു എങ്ങനെ പോവുകയാണ്. അപ്പോൾ അവന് പ്ലാൻ ഉണ്ടായിരുന്നു പോകാനായിട്ട്. പക്ഷെ ഒറ്റയ്ക്ക് പോകാനൊരു കോണ്ടാക്ട്സ് ഇല്ല. അങ്ങനെ ബ്ലൈൻഡ്ലി കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് കോണ്ടാക്ട് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്കൊരു ഉറപ്പുമില്ല എന്താണ് സംഭവിക്കാൻ പോണെന്ന്, നമുക്ക് നോക്കിയാലോ എന്ന് ചോദിച്ചു. നോക്കാൻ ചേട്ടാ അത് ഒരു ബ്ലൈൻഡ്ലി ഓക്കെ ചെയ്യാം, ഒറ്റ മൈൻഡ് എന്ന് പറയാൻ പറ്റില്ല. അവൻ എന്നെ ഒരു വിഷയം എന്റെ മുകളിലുള്ള വിശ്വാസത്തിൽ അവൻ ഓക്കെ പറഞ്ഞു. അത് എനിക്ക് കൂടുതൽ പ്രഷറായി. എന്നെ വിശ്വാസമാണ് എന്റെ അവിടെ അടുത്ത് പറഞ്ഞത്. ഇതിന് മുമ്പേ എന്റെ അവിടെ വേറെ പയ്യനുണ്ട്, അവന്റെ പേരാ വളരെ വേണ്ടപ്പെട്ട പേരാണ്. അവന് മൂത്താപ്പന്ന വിളിക്കുന്ന. കാരണം എനിക്കാണ് ഏറ്റവും കൂടുതൽ ആ ഹോസ്റ്റലിൽ ഏറ്റവും പ്രായം കൂടിയുള്ള ഞാനാണ്, ആ കോളേജിൽ ഏറ്റവും പ്രായം കൂടിയാണ്. പക്ഷെ എന്റെ പ്രായം അവിടെ ആർക്കും അറിയാത്തതുകൊണ്ട് എവനെ 31 വയസ്സുണ്ടെന്ന് വേണ്ടി എവനെ മൂത്താപ്പയായി. മൂത്താപ്പെന്ന് വെച്ച് കളിയാക്കുമ്പോ നീ മനസ്സിലിരുന്ന് പിന്നീട് മനസ്സിലായപ്പോഴത്തേക്ക് അവന്റെ പേരങ്ങ് കുറച്ച്, അതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നില്ല. ഒരു ഹോസ്റ്റൽ അറിയാം ഇതൊക്കെ എന്നെ കണ്ടി പ്രായം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ കൊച്ചിയിലുള്ളതാണ്. അപ്പം അവൻ പോണെന്നായിട്ട് ഞാൻ ഉപദേശിച്ചില്ലടാ നീ പഠിക്കും. അവനെ അവിടെ പിടിച്ചു നിർത്തി ഞാൻ. അവരുടെ അവിടെ സെറ്റായി കേട്ടാ. പിന്നീട് അവൻ സെറ്റായി. അത് കാരണം അപ്പൊ ഞാനും അവനോട് പോയി പോളണ്ടിൽ പോയി. ഞങ്ങള് പോളണ്ടിൽ പോകാൻ തീരുമാനമെടുത്ത് ഞങ്ങള് പോളണ്ടിലേക്ക് വണ്ടി കയറി. അപ്പോ അങ്ങനെ ഞങ്ങള് രാവിലെ 2 മണിയാകുമ്പം ബ്രോക്ലോ സിറ്റിയിലെത്തി. അവിടെ നിന്ന് ഒരു ക്യാബ് എടുത്ത് ഒരു ഏഷ്യൻ ഡ്രൈവറായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങൾ ടൂറിസ്റ്റിനെ കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കൊണ്ടുപോയി. രാത്രി 2 മണിക്കാണ് ടൂറിസ്റ്റ് പരിപാടി ചെയ്യണം. പുള്ളി പറഞ്ഞു തന്നു ഇതാണ് ഇവിടുത്തെ മോണുമെന്റ് ചെയ്തിട്ട്. അങ്ങനെ പറഞ്ഞ് നേരെ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ ലൊക്കേഷൻ കൊണ്ടുവന്നാക്കി. അവിടെ ചെന്ന് വിളിക്കുന്ന ഏവന്മാർ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് ഉറക്കാം. ഞങ്ങൾക്ക് അകത്ത് കയറാൻ വഴിയൊന്നുമില്ല. നമ്മൾ നല്ല തണുപ്പ്, രാവിലെ കൂടെ അല്ലേ പീക്ക് വെച്ചാൽ നമ്മള് ഈ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസമായിരുന്നു. അത്യാവശ്യം തണുപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. രാവിലെ ആയപ്പോൾ നമ്മൾ ജാക്കറ്റെല്ലാം ഇട്ടിട്ടുണ്ട്, ഫുൾ ഇട്ടുകൊണ്ട് തന്നെ നിൽക്കണം. അപ്പം നമുക്ക് ഒരു ഡെഡ് എൻഡാണ് ഒരു വഴിയിൽ. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് പുറത്തേക്കിന് വിളിച്ചിട്ടില്ല. അവസാനം നമ്മൾ വിളിച്ചപ്പോൾ കുറേ കഴിഞ്ഞു, ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഫോൺ എടുത്ത് ഉറക്കം എണീറ്റ് ഷിഫ്റ്റിന് സമയപ്പോൾ എണീറ്റ്. അപ്പോഴത്തേക്കും റൂം കഴിഞ്ഞു. അപ്പോൾ അട്ടാറൊരു അപ്പാർട്ട്മെന്റ്. നിങ്ങൾ എൻ്റെ അപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു 3 ഇരട്ടി കിടിലം. അതെ ചെന്ന് കയറുമ്പോഴേ പോർഷ് സോഫ, ഇതൊന്നും അല്ല, ഇതിനെക്കാളും നല്ല കിടില സോഫ, വലുത്, ഇതിനെക്കാളും വലുത്. ഇതിനെക്കാളും വലിയ സോഫ, വലിയ 55 ഇഞ്ച് TV. പിന്നെ തുറന്നിറങ്ങുമ്പോൾ ലോൺ, മറ്റേ ഗ്ലാസ് ഡോർ സ്ലൈഡ് ലോണൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് EMI അടയ്ക്കാത്ത ലോൺ. ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ, എല്ലാ സൗകര്യങ്ങളും, 2 കിച്ചൺ, കിട്ടില്ല, ഒരു 3 നില വീട്, 2 നില വീട്. നമ്മളിത് കണ്ടത് ഓക്കെ സെറ്റ്, കമ്പനി അക്കോമഡേഷൻ കിട്ടില്ല. ഓക്കെ നമുക്ക് വർക്ക് എന്താണ് കൃത്യമായിട്ടെന്ന ഒരു ഐഡിയ ഇല്ല. സെറ്റ് ഓക്കെ, ഇതാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്ന്.
നമുക്ക് അവിടെ അപ്പോഴും അപ്പോയിന്റ്മെന്റ് സെറ്റ് ആവുന്നില്ല. അപ്പൊ നമ്മളെ ഇത് ജോലി തന്ന ആളുടെ എംപ്ലോയറിനെ വിളിക്കാനുണ്ട്, അപ്പൊ അക്കോമഡേഷൻ സെറ്റ് ആയിട്ടില്ല, വെയിറ്റ് ചെയ്യും. ജോലി കിട്ടി? അല്ല, എടുത്തില്ല. നമ്മളവിടെ കാണാൻ പോകുന്നേ ഉള്ളൂ അവരെ. നേരം വെളുക്കണം. നമ്മള് വെളുപ്പകാലം 4 മണിക്ക്. അപ്പൊ ഇവര് ഷിഫ്റ്റിന് പോയാണ്. ഇവര് നമുക്ക് ഓഫീസിന്റെ അഡ്രസ്സ് തന്നു, പോയി സംസാരിക്കണം. അവിടെ ഒരു ഇന്റർവ്യൂ കണക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇവര് ഷിഫ്റ്റിന് പോയി. ഞങ്ങൾ നേരം വെളുക്കുന്നവരെ അവിടെ ഇരുന്നിട്ട് നേരം വെളുത്തപ്പോഴത്തേക്കും പോയി ഈ ജോലി സ്ഥലത്ത് പോയി അവിടെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ അഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം തന്നു. ഇത് കഴിയുമ്പോൾ ഓക്കെയാണ്, നിങ്ങൾ ഇതാക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്താണ് ജോലി? ജോലി ഷീൻ എന്ന് പറഞ്ഞ വെയർ ഹൗസിൽ ക്വാളിറ്റി കൺട്രോളർ ആയിട്ടായിരുന്നു. അപ്പം സാധനം ചെക്ക് ചെയ്യുന്നതായിരുന്നു പരിപാടി. അവൻ കമ്പ്യൂട്ടർ എൻട്രി ചെയ്യണം, എന്താ പ്രശ്നം, കുഴപ്പമില്ലാത്ത വർക്കായിരുന്നു. പക്ഷെ ടാർഗറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതിന് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എത്രയും നാളുടെ പ്രശ്നം ഹാപ്പി, കാരണം മണിക്കൂറിന് ഇത്രയും കിട്ടുമെന്ന് നമുക്ക് ഹാപ്പിയാണല്ലോ. അപ്പം സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹാപ്പിയാണ്. അപ്പം നമ്മളെ കൊണ്ട് അക്കോമഡേഷൻ പോയി. അന്ന് രാത്രിയായി. അന്ന് രാവിലെ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും വന്നിട്ട് ഞങ്ങൾ അക്കോമഡേഷൻ കൊണ്ടുപോയി. അവർ കൊണ്ടുവന്ന് ഞങ്ങളെ വേറൊരു അപ്പാർട്ട്മെന്റിലാക്കിയിട്ട് പറയും ഇതാണ് നിങ്ങളുടെ അപ്പാർട്ട്മെന്റ്. പക്ഷെ മറ്റേ നിങ്ങൾ കണ്ട അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് തീരെ സംതൃപ്തി ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ടോപ്പ് ഫ്ലോറിൽ ഒരു റൂമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ വേറെ 2 പയ്യന്മാരുണ്ട്, 2 പേര് ജോലിക്ക് പോയിരിക്കുന്നു. തീരെ സെറ്റാവണില്ല. ഞാൻ അപ്പോൾ തന്നെ കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഇത് തരാമോ, അവർ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ സെറ്റ് ചെയ്ത് തരാമോ, ഞങ്ങൾക്ക് അവിടെ അത്ര കംഫർട്ടബിൾ അല്ല, ഞങ്ങൾ പ്രതീക്ഷ പോലെ അല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ അവിടെ വേക്കൻസി എടുത്ത് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ആയിരുന്നു, കാരണം പുള്ളിക്കാരൊരു ഫിലിപ്പൈൻസ് ആയിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്നിപ്പം പയ്യെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും 6 പേരും മലയാളികൾ. 6 പേരും മലയാളികൾ. സംസാരിച്ചപ്പോൾ എല്ലാവരും പതുക്കെ സെറ്റായി. ഞങ്ങൾക്ക് അക്കോമഡേഷൻ സെറ്റായില്ല, പകരം ഞങ്ങളങ്ങ് സെറ്റായി. എന്നിട്ട് 1 മാസമായപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾ വേറെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്, മാറാമല്ലോ. ഇല്ല, മാറണ്ട, ഞങ്ങൾ അപ്പോഴത്തേക്ക് ഗ്ലൂ ആയി. എല്ലാവരും 6 പേര് സെറ്റായി. അത് ഒരാള് നെടുമ്പാശ്ശേരിയിൽ നിന്ന്, ഒരാള് 2 പേര് 3 പേര് എറണാകുളം, അതിൻ്റെ കൂടെ വന്നവൻ എറണാകുളം, അങ്ങനെ 3 പേര് എറണാകുളം, ഒരാൾ കോതമംഗലം, ഒരാള് കോട്ടയം. അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ. അല്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് താഴെ 2 പേര് പാകിസ്ഥാനിൽ നിന്നുണ്ട്, പിന്നെ താഴത്തെ വേറെ റൂമില് ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഞങ്ങളാണ്. അവരൊക്കെ വേറെ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യണം. പക്ഷെ അക്കോമഡേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കോമഡേഷൻ കാണിച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം നല്ല അക്കോമഡേഷൻ ആയിരുന്നു. പക്ഷെ എന്നാലും മറ്റേ അവരുടെ അക്കോമഡേഷൻ്റെ അത്രയും ഭംഗിയില്ലായിരുന്നു. അത് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ജോലിക്ക് കയറി, ആദ്യത്തെ ജോലിക്ക് കയറി, കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയ പണി ഇച്ചിരി കടുക്കാൻ തുടങ്ങി. കാരണം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി കടുക്കുമല്ലോ, കുറച്ച് ഡ്യൂട്ടി കൂടുതൽ തരാൻ നമുക്ക്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കടുത്ത് നല്ല വാടക. പക്ഷെ എന്തായാലും ചെയ്യും, കാരണം നമുക്ക് എക്സ്ട്രാ നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ കുറെ നാൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വേറൊരു സെക്ഷനോട്ട് എനിക്ക് കിട്ടി, മുകളിലോട്ടുള്ള. അപ്പം അവിടെ സുഖമായിരുന്നു. അവിടെ പയ്യന്മാരുടെ അവിടെ മലയാളികൾ, അവിടെ ഒരു മലയാളി ഗ്യാങ് ഉണ്ടായിരുന്നു. എന്നെ അങ്ങോട്ട് എടുത്ത് എല്ലായിടത്തും മലയാളികൾ മാത്രമേ അവിടെ കമ്പനിയിൽ ഏകദേശം ഒരു 50% ഉക്രൈനിയൻസ്, ഒരു 10-15% മലയാളികള്, പിന്നെ ബാക്കി ഫിലിപ്പൈൻസ്, ബാക്കി കൺട്രീസ് എല്ലാം ഉണ്ടായിരുന്നു. കെനിയ, റുവാണ്ട, കസാഖിസ്ഥാൻ, എല്ലാം ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴും, കൊളംബിയ, പിന്നെ കുറെ കൺട്രീസ്. പോളിഷുകാർ മെയിൻ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് ചൈനയുടെ വെയർ ഹൗസ് ആണ്. അപ്പം അവർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആവശ്യം. പോളിഷുകാരുടെ റൂൾസിനനുസരിച്ചല്ല അവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേയും കൂടുതലുണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി. അങ്ങനെയാണ് അവിടെ വർക്ക്. അപ്പൊ ഈ മലയാളി പേയ്മാരെ മുന്നോട്ട് വന്നു. അവന്മാര് നല്ല സെറ്റായിരുന്നു, വൈബായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എവന്മാര് വേറെ ജോലിയപ്പോ എവന്മാര് പോയി. ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. അപ്പൊ ഞാൻ അവിടുത്തെ എന്റെ സീനിയർ ആയിട്ടുള്ള ആള് ഫിലിപ്പൈൻസ് ഏരിയയാണ്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ് എന്നെ ഇൻചാർജ് ആക്കി. അപ്പൊ ഞാനാണ് അവിടെ അടുത്ത ആൾക്കാരെ വരുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യണതും ആ ഒരു ഹോസ്റ്റലിൽ നിന്നുണ്ട്. വരുന്ന ആൾക്കാരെ ഞാൻ ആൾക്കാരെ ഇതിൻ്റെ അകത്ത് ഈ 400 പേരുള്ളതിൽ ഞാൻ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം ഇവിടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരെ. ഞാൻ അവരെ സെലക്ട് ചെയ്ത് അവരെ ഇതാക്കി അവരെ ട്രെയിനിങ് കൊടുക്കണമെന്ന് എന്റെ പരിപാടി. അവരെല്ലാം സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്റെ ഒരു തസ്തിക ഉണ്ട്. എന്റെ ഒരു പൊസിഷൻ വെച്ചാൽ ആ ഷിഫ്റ്റിൽ 400-500 പേരുള്ളതിൽ
ഞാൻ മാത്രമേ ആ ഒരു വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ നൈസ്. നൈസ് പരിപാടിയായിരുന്നു. കാരണം എനിക്ക് കോമ്പറ്റീഷൻ എനിക്ക് കോമ്പറ്റീഷനിൽ എന്നെ പുറത്താക്കാൻ സാധ്യത കുറവാണ്. അത് കാരണം മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പൊ അത് നല്ല സുഖമുള്ള പരിപാടിയായിരുന്നു. അതാണ് ഇപ്പോഴും ചെയ്യണത്. അതാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇറങ്ങി ലീവിന് വന്നു. അപ്പൊ പകരം വേറെ ആളായി കാണും. പക്ഷെ തിരിച്ചെന്നാലും പ്രയോറിറ്റി കിട്ടും. തിരിച്ചു അവനെ പുറത്താക്കണം അല്ലേ? അവനെ പുറത്താക്കണം, തള്ളി പുറത്താക്കണം. പക്ഷെ ആ പൊസിഷൻ നിൽക്കാൻ പാടാണ്. ഇപ്പൊ റൂൾസ് മാറിക്കൊണ്ടിരിക്കും. അവിടെ പഠിക്കുന്ന റൂൾസ് മാറും, കാര്യങ്ങൾ മാറും, ഫുൾ സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ മാറും. പുതിയ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറഞ്ഞനുസരിച്ച് അത് നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള ഒരു പരിപാടി. പിന്നെ റൂൾസ്, അട്ടിക്ക് റൂൾസ് ഉണ്ട്. പിന്നെ കയറുമ്പോൾ നമുക്ക് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. ഗാഡ്ജറ്റ്സ് കൊണ്ടുപോകാൻ പറ്റില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ അകത്ത് വാല്യുബിൾ പ്രോഡക്ട്സ് ഒരുപാട് പറഞ്ഞാണ് അവിടെ. അപ്പൊ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബെൽറ്റ് പോലും. പക്ഷെ സുഖമായിരുന്നു. ലൈഫ് ഈസ് ഗുഡ്. ലൈഫ് ആദ്യത്തെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വർക്ക് പഠിച്ചു വന്നപ്പോ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ ഒരു ഇതിലാണ് ഞാൻ തിരിച്ചു വന്നത്. കൊള്ളാം. നൈസായിരുന്നു. കാരണം എനിക്കിപ്പോ അവിടെ ഒരു കമ്പനിക്കാരുണ്ട്. മലയാളികൾ 2 വീടുണ്ട്. മലയാളികൾക്ക് ഒരു വീട് കൂടി നോക്കിക്കോ, ഒരു 2-3 വിസയും കൂടി വരും. 400 പേരൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ റൂള് മാറി. അത് രണ്ടുപേര് വരുമെന്ന് പറഞ്ഞപ്പോ റൂള് മാറി. റൂള് കുഴപ്പമില്ല, 2 പേർക്ക് റൂള് പ്രശ്നം. എല്ലാം റൂളായി. രണ്ടുപേരുണ്ടല്ലോ. റൂള് മാറി. അതല്ല, അത് പറയുമ്പോൾ ഓർമ്മ വന്നു. ഞാൻ അവിടെ ചെന്ന് 2 മാസം കഴിയുമ്പോൾ റൂള് മാറി. പുറത്തുനിന്ന് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന റൂള് വന്നു. വേറെ കൺട്രിയിലെ വിസ വെച്ചോണ്ട് വന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഞാൻ 2 മാസം മുമ്പ് വന്നു. നിങ്ങൾക്ക് അവിടത്തെ ഇത് കിട്ടി. അത് പറഞ്ഞില്ല. ഞാൻ അവിടെ ചെന്ന് 2ാമത്തെ ദിവസം എനിക്ക് അവിടെ ലീഗലൈസേഷൻ പ്രോസസ് തുടങ്ങി. അത് അന്ന് 5000 ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം ആയി ലീഗലൈസേഷൻ. ഞാൻ അങ്ങനെ ഒപ്പിച്ച് സെറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് ഇപ്പം ഇതിൻ്റെ അകത്ത് പിന്നീട് ഞാൻ അറിഞ്ഞത് നല്ല രീതി ഇടനിലക്കാരുണ്ട്. അത് കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരാൾ. കമ്മീഷൻ ഞങ്ങളെ ഏജന്റ്, ഞങ്ങളെ ലോയറിന്റെ ഇടയിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നു, പൊളിച്ചറിയാവുന്ന പുള്ളിക്കാരൻ. ഇത് അത്യാവശ്യം കമ്മീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൈസ പോയി എന്നുള്ളൊരു സിറ്റുവേഷനായി. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന പയ്യനോട് ഞാൻ പറയണ്ടായിരുന്നു, എടാ നമ്മൾ ഇത്രയും പൈസ വാങ്ങിച്ച് ബാക്കി വേറെ അന്വേഷിച്ചപ്പോഴത്തേക്ക് 2000-നും 3000-ത്തിനൊക്കെ ചെയ്തവരുണ്ട്. നമുക്ക് ഇത്രയും 5000 ആയി. ഇനി കാർഡിന് ഏകദേശം 500 രൂപ ആവും, ബയോമെട്രിക്സ് 500 രൂപ, പിന്നെ വീണ്ടും ഒരു 100 രൂപ കാർഡിനാവും എന്ന് പറയുന്നുണ്ട്. എല്ലാം അവിടുത്തെ മണി ചിലടി. അപ്പം ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലോണം ലോസ് വന്നിട്ടുണ്ട്. ഇതിന് കിട്ടുമായിട്ടെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഇപ്പോൾ ഉടായിപ്പാണോ ഡൗട്ട് ഉണ്ടെന്ന് പോയി. അങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും ഒരു മാസവും 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ലോയർ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സാണ് ബയോമെട്രിക്സിന്റെ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി. കാരണം ബയോമെട്രിക്സ് എന്ന് പറയുന്നത് അവിടെ ഏകദേശം 1 വർഷത്തെ പ്രോസസ് സ്റ്റാർട്ട് ആവുകയാണ്. നിങ്ങൾ ലീഗലായി അവിടെ നിൽക്കാം, വർക്ക് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കൺട്രി വിട്ടു പോകാൻ പറ്റില്ല. കാർഡ് ആവാതെ കൺട്രി വിട്ടു പോകാൻ പറ്റില്ല. അങ്ങനെ റൂളുണ്ട്. അപ്പം ബയോമെട്രിക്സ് കഴിഞ്ഞാൽ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ അതല്ല നമുക്ക് ഏകദേശം സെറ്റ് ആവാൻ പറ്റും. ഒരു വർഷം വർക്ക് ചെയ്യണമെങ്കിൽ സെറ്റ് ആവാൻ പറ്റും. അപ്പം ഓക്കെ, നമുക്കത് ആയി. തൽക്കാലം നമുക്കത് സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, നോക്കാം. എന്തായാലും കൊടുത്ത പൈസ എങ്കിലും തിരിച്ചു കിട്ടുമല്ലോ, നോക്കിയിട്ട് ബാക്കി നോക്കാമെന്ന് നിന്ന്. അപ്പം വിചാരിക്കുന്ന വെച്ചാൽ എടുക്കും. ബാക്കിയുള്ളവർക്കെല്ലാം 2 വർഷം 3 വർഷം നമ്മളെക്കാളും 3000-8000 കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു വേറെ. അവർക്കൊന്നും കാർഡായിട്ടില്ല, ഇത് കണക്ക് പറ്റിക്കപ്പെട്ടു, ഒരുപാട് കഥകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ കാർഡാവാൻ ഡിലേ ഉള്ള ആൾക്കാരുണ്ട്. പ്രോസസ് ചേഞ്ച് ആവുന്നത് സിറ്റി മാറിനാറിനുള്ള സെറ്റ് ചെയ്ത ആള് തന്നെ പറ്റിച്ച കഥകളാണ്. അത് പിന്നീട് ഞാൻ കേട്ടു. അയാള് കുറച്ച് കഴിഞ്ഞ് പൈസ വാങ്ങിച്ച്, സ്റ്റുഡൻസിന്റെ പൈസ വാങ്ങിച്ച് അവരെ കാർഡിന് വേണ്ടി ചെയ്യാനായിട്ട് പുള്ളി നാട്ടിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പുള്ളി നാട്ടിൽ പോയി. അത് എൻ്റെ അടുത്ത് വേറൊരു പുള്ളി പറഞ്ഞു, പുള്ളി അറിയാന്നുള്ള ആള് മലയാളി തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മള് നിങ്ങൾക്ക് 2 പേർക്കും ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം ബയോമെട്രിക്സ് കഴിഞ്ഞു. അത് നമുക്ക് ഇനിയിപ്പം 2 വർഷം എടുക്കുമായിരിക്കും. അപ്പൊ 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വാലിഡിറ്റി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കണം. അല്ലെങ്കിൽ വേറെ കൺട്രിയിലോട്ട് തിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ വേറെ കൺട്രിയിലോട്ട് ഓപ്ഷൻസ് നോക്കണം വേണ്ടുന്നു. പക്ഷെ ഒരു 4 മാസം കഴിഞ്ഞപ്പം വക്കീലിന്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഡിസിഷൻ വന്നു, പോസിറ്റീവാണ്, നിങ്ങൾക്ക് ഇവിടെ കാർഡായി. അപ്പൊ നിങ്ങൾ അടുത്ത 1 മാസത്തിനകത്ത് കാർഡ് വരും, കളക്ട് ചെയ്യാവുന്നത്. റെയർ ആണ്. കാരണം എനിക്ക് മുമ്പേ വന്നവർക്കും എൻ്റെ കൂടെ 2 വർഷമായിട്ട് 3 വർഷമായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടെ കാർഡായിട്ടില്ല. അപ്പം അത് വക്കീൽ എഫിഷ്യന്റ് ആയിരുന്നു. പ്രോസസ് എനിക്ക് 8 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആണ്.
എന്തോ ഭാഗ്യത്തിന് പടപടയുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടിയതാണ്. അപ്പം നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 5500 കൊടുത്തത് നഷ്ടം വന്നില്ല. കാരണം ഓരോ വക്കീലിനെ കൊടുത്ത് നടക്കാതെ അടുത്ത വക്കീലിനെ കൊടുത്ത് 5000 8000 ആയ ആൾക്കാരുള്ളപ്പോഴത്തേക്കും നമുക്കത് കിട്ടിയത് ലാഭമായിട്ട് തോന്നി. കാർഡായി ഞങ്ങൾക്ക് ട്രാവൽ പറ്റി. അപ്പോൾ എപ്പോഴും ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാർഡായല്ലേ, നിങ്ങൾ നാട്ടിൽ പോയല്ലേ, നമുക്കത് വിഷമമാണ്. കാരണം കേൾക്കുമ്പോഴേ, കാരണം നാട്ടിൽ പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഇത് കാർഡായില്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് വെച്ചാൽ നിർത്തി പോവാ, അതേ ഉള്ള ഓപ്ഷൻ. അതാണോ ഓപ്ഷൻ? തിരിച്ചു വരാൻ പറ്റില്ല, കാർഡിൽ നിർത്തി പോവാ. നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നിർത്തി പോകാനേ പറ്റുള്ളൂ, തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതാണ് അവിടുത്തെ. പിന്നെ റൂൾസ് സെറ്റായി. അതിന് ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ബയോമെട്രിക്സ് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോർഡർ പോലീസും ചെക്കിങ് വന്നു. ബോർഡർ പോലീസ് ഇടയ്ക്ക് റൂള് അവിടുത്തെ പ്രസിഡന്റ് മാറിയപ്പോഴത്തേക്കും റൂൾ സ്ട്രിക്റ്റ് ആക്കി. ഇമിഗ്രൻസ് ഇല്ലീഗലായിട്ട് ഇരിക്കുന്നവരെ എല്ലാവരും തൂക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്കവിടെ ചെക്കിങ് വന്നു തുടങ്ങി. അത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ലീഗലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബയോമെട്രിക്സ് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആൾ കാണിച്ച് ഇത് വന്ന കോമഡിയാണ്. ഇത് വരുന്ന 2 സൈഡിലെ ഇടവഴി ക്ലോസ് ചെയ്യും. വണ്ടികൾ ഇതും 2 ബെൽജിയം അനലൈസ് ഓരോ സൈഡിൽ. ബെൽജിയം അനലൈസ് ഉണ്ട്. പട്ടി ഓടി രക്ഷപ്പെടാൻ പറ്റൂല. ജർമ്മൻ ഷെപ്പേർഡിന്റെ ചെറിയൊരു ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഒരിടത്ത് കയറി വിളിക്കാനും പറ്റില്ല, ഓടി രക്ഷപ്പെടില്ല. ഇതിനെ വിട്ട് ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടാ. ട്രെയിൻ ചെയ്തില്ലേ ഉള്ളൂ. ട്രെയിൻ ചെയ്തില്ല. അവര് പറഞ്ഞാലേ ഇത് ആ മോഡിലോട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സാധനം പാലാട്ടി കറക്കി നിൽക്കി കളിച്ചിട്ട് നിൽക്കും. ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി കൊണ്ട് നിർത്തും. അതിൻ്റെ അത് കമ്പ്യൂട്ടർ സിസ്റ്റംസ് എല്ലാം ഉണ്ട്. നമ്മളെ കാര്യങ്ങളെല്ലാം വാങ്ങി ചെക്ക് ചെയ്യും. പാസ്പോർട്ട് വെച്ച് ഒരു സാധനത്തിൽ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ നമ്മുടെ ഡാറ്റയും വരും. ഫുൾ ഡാറ്റയും വരും. നമ്മൾ ഏതൊക്കെ എയർപോർട്ടിൽ പോയിട്ടുണ്ട്. കള്ള പാസ്പോർട്ട് ആണെങ്കിൽ അപ്പോഴേ അവർ കൊണ്ടുപോകും. നമുക്ക് ഈ വണ്ടി കയറാൻ പറയും. പിറകിൽ വേറൊരു വണ്ടിയുണ്ട്. മൽനോയ്സ് ഡ്രഗ്സ് തൂക്കാനും ഇതിന് മാത്രമേ ഉള്ളൂ. ഓടിക്കഴിഞ്ഞാൽ സാധനം പറയുന്നത് തള്ളിയിട്ട് പിടിച്ചു വയ്ക്കും. എന്നുവെച്ചാൽ 2 സൈഡ് വഴി 2 സൈഡും ബ്ലോക്ക് ചെയ്ത് കാർ കിടക്കും. വലിയ 2 കാറുകൾ ഒരു സൈഡിൽ, ഇവിടെ വലിയൊരു ട്രക്കും വേറൊരു കാറും കൂടെ ഇങ്ങനെ ഇട്ടേക്കണം. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വേറൊരു 2 വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ ഒരാൾ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ്. ലേറ്റായിട്ട് അപ്ലൈ ചെയ്തതിന്, ഒരു ദിവസം ലേറ്റായിട്ട് അപ്ലൈ ചെയ്തതിന് പിടിച്ചോണ്ട് പോയി. ഡീപ്പോർട്ട് അടിക്കും. അപ്പോഴേ അടിക്കും അവർ കൊണ്ടുപോയിട്ട്. പിന്നെ അപ്പീൽ ചെയ്യാം, 10 ദിവസത്തിൽ അപ്പീൽ ചെയ്യാം. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ പ്രോസസ് എല്ലാം ഡിലേ ആവും. കുറെ വള്ളിയുണ്ട്, നല്ല സ്ട്രിക്റ്റ് ആണ് പോളണ്ട്. ഇതേ സിറ്റുവേഷൻ എനിക്ക് ലാറ്റ്വിയയിൽ നടന്നായിരുന്നു. ലാറ്റ്വിയയിൽ കോളേജുകളിൽ ഡ്രഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ബോർഡർ പോലീസ് വരും. ഇല്ലീഗലായിട്ട് ഇത് കഴിഞ്ഞ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടെന്നറിയാം. അത് എന്ന് വെച്ചാൽ കോളേജിന്റെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്ത് 2 പേരെ നിർത്തിയിട്ടുണ്ട്. ഇതേ ബെൽജിയം മാനേഴ്സ് തന്നെ. അവർ 4 പേര് ഒരു പട്ടിയായിട്ട് വരും. പട്ടിയെ എല്ലായിടത്തും മണവിക്കും. ഞാൻ താഴെ ഇത് കോറിഡോറിൽ ശബ്ദം കേട്ടത് ഞാൻ തുറന്നു നോക്കാം. രാത്രി 2 മണിക്ക് എല്ലായിടത്തും മണപ്പിക്കും. നാല് നിലയാണ്. അപ്പൊ താഴെ തലയിൽ ബ്ലോക്ക് ചെയ്യും. ഞാൻ 4ാമത്തെ നിലയിലാണ്. അപ്പം അവിടെ വന്നിട്ട് അവര് 4 പേരുണ്ടായിരുന്നു. അവര് വന്ന് കഥകൾ കൊട്ടുന്ന വോയിസ് ആയിട്ടാണ് ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഇതാണ് ബോർഡർ പോലീസാണ്. അവർ പട്ടി വന്നപ്പോഴത്തേക്കും പാസ്പോർട്ട് ID കാർഡുമായിട്ട് പുറത്തു വരാൻ പറഞ്ഞു. അവിടെ നിൽക്കണം, വേറെ പോകാൻ പാടില്ല, ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണമെന്ന്. ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. ഞാൻ കൊടുത്ത് ഞാൻ ഉറക്കുന്നതിന് ഞാൻ കൊടുത്ത് പട്ടി നോക്കിയപ്പോൾ പട്ടി നേരെ അകത്ത് പോയി എല്ലായിടും മണപ്പിച്ച് വെക്കുന്നു. തിരിച്ചതേ കണക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ പഞ്ചാബികൾ 2 പേര് ഇല്ലീഗലായിട്ടുണ്ടായിരുന്നു. അവർ ബാത്റൂമിന്റെ ഫോൾ സീലിംഗ് പൊളിച്ച് അതിൻ്റെ അകത്ത് കയറി അടച്ച് അതിന്റെ മുകളിൽ തൂക്കിയില്ല. ഒരുത്തൻ മറ്റേ മുകളിൽ നിന്ന് ചാടി മേളത്തെ അടുക്കളയിൽ നിന്ന്, ഫസ്റ്റ് ഫ്ലോറിലെ അടുക്കളയിൽ നിന്ന് താഴോട്ട് ചാടി പറയണത്തെ ഇതുവഴി ഇറങ്ങിയ പോയി. അതൊക്കെ രക്ഷപ്പെട്ടു. പട്ടി പിടിച്ചില്ലേ? അല്ല, ഫ്രണ്ട് ഡോറിലല്ലേ ഉള്ളൂ. മുകളിൽ തന്നെ അടുക്കളയിൽ നിന്ന് താഴോട്ട് ചാടി കഴിഞ്ഞാൽ ഇല്ലല്ലോ. കൊള്ളാം. ഇതൊക്കെ പറയാമോ എനിക്ക് അറിഞ്ഞൂടാ. രണ്ടിടത്ത് ബെൽജിയം മാനേഴ്സാണ് കോമൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ട പരിപാടി ഒരു ഓപ്ഷനേ ഇല്ല നമുക്ക്. ഒരാൾ വന്നിട്ട് ഓടി രക്ഷപ്പെട്ടു. ഇതിന്റെ കൺമുമ്പ് പെട്ട് കഴിഞ്ഞാൽ അവര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. അങ്ങനെയാണ്.
ഇപ്പോഴത്തെ പോളണ്ട് ലാത്വിയ പോളണ്ടിന്റെ വിശേഷം ഇപ്പോഴും പ്രസന്റില് അതാണ് അതാണ് പ്രസന്റ് ലാറ്റിയ ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയും കുറെ സാധനങ്ങളുണ്ട്. കുറെ സാധനങ്ങളുണ്ട്. അത് ഞാൻ നമ്മൾ കുറെ ഇനി ഫൂട്ടേജും future കാര്യങ്ങളെല്ലാം ഉണ്ട്. episode ഈ ബോർഡർ ബോയ്സ് എന്നൊക്കെ എന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് കാണിച്ചത് എപ്പോഴും കാണിക്കാൻ പറ്റുന്ന അതിനൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. റിഗയിലെ ക്രിസ്മസ്, പോളണ്ടിലെ ക്രിസ്മസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ബ്ലോഗ് ആയിട്ട് അവിടെ നിന്ന് തന്നെ upload അല്ല അത് പിന്നെ ഞാൻ മറ്റേ ചരിത്ര എന്നിലൂടെ പറയണമെങ്കിൽ അല്ല പറയാൻ നിനക്ക് വീഡിയോ എടുത്തിട്ട് നിന്റെ അല്ലെങ്കിൽ ഇട്ടുകൂടായിരുന്നു. നിന്റെ ഇടായിരുന്നു. ആ നമുക്ക് ഞാൻ അവിടെ പോകാൻ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഇടണമെങ്കിൽ നമുക്കും കാണാമല്ലോ അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ. അതൊക്കെ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അതല്ലേ യൂട്യൂബേഴ്സ്. യൂട്യൂബേഴ്സ് പക്ഷെ നീ ചെയ്യുന്നതല്ല, അതാണ് അതിന്റെ യൂണീക്ക് പോയിന്റ്. എടാ നമ്മളിപ്പോ ചെയ്യണമെങ്കിൽ എന്താ പറയണ, നമ്മളെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമല്ലേ അവർ കാണത്തുള്ളൂ. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടിട്ടാണ് പലരും ഞാൻ അവിടെ വന്നതിൽ ഒരുപാട് പേര് കാണിക്കാൻ പറ്റില്ല. മറ്റേ പഞ്ചാബിക്കാരനെ അത് കാണിച്ചു പറ്റും. ലാറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, ഹോസ്റ്റലിലെ മൂട്ടശല്യം. മൂട്ടശല്യം എന്ന് വെച്ചാൽ എന്റെ അമ്മോ ഈ പഞ്ചാബികള് കൊണ്ടുവന്നു. അതും പഞ്ചാബികൾ കൊണ്ടുവന്നേ. പിന്നെ മലയാളികളുടെ മൂട്ടശല്യം വന്നു കഴിഞ്ഞാൽ അവന്മാര് ഹോസ്റ്റലൊക്കെ ഒഴിപ്പിച്ചിട്ട് മറ്റേ സാധനമൊക്കെ ചെയ്യണം. അവരത് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ തുടങ്ങുമ്പോ ഇത്രയും 400 മുറി അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു ഏകദേശം. ഇത്രയും മുറിയിൽ എങ്ങനെ ഓരോ റൂം ഇത്രയും ആൾക്കാർ ഇവിടെ മാറ്റണത്? ഇവര് പോണത്തെല്ലാം കൊണ്ടുപോയല്ലേ ഈ സാധനത്തിന്. ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി മുട്ടനെ കടി പ്രാന്താവും. ഞാൻ അലമ്പ് പരിപാടിയാണ്. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ ഞങ്ങൾ ഫുൾ ഡ്രസ്സും ഒരു ചൂട് ഇതിലിട്ട് അലക്കി, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിൽ ചൂട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പൈസ കൊടുത്ത് അലക്കാൻ പറ്റും അവിടെ തന്നെ ഹോസ്റ്റലിൽ. ഫുള്ള് ചൂടിലിട്ട് അലക്കി നമ്മുടെ പെട്ടി എല്ലാം ഇൻഡിവിജ്വൽ ആക്കി, എന്നിട്ട് അവസാനമായിട്ട് എക്സ്റ്റൻഷൻ കോഡ്, എക്സ്റ്റൻഷൻ കോഡ് ബെഡിനടുത്താണ് വെച്ചിരുന്നത്. അതിൻ്റെ അകത്തുണ്ടായിരുന്നു എക്സ്റ്റൻഷൻ കോഡ് മൊത്തം സ്പ്രേ അടിച്ച് നിറച്ചിട്ട് കവർ കെട്ടി. 1 വർഷമായി. ഞാൻ വരണേൻ്റെ അന്നാണ് ഞാൻ ഇത് പൊട്ടിച്ചത്. പൊട്ടിച്ചൊന്നുമില്ല, ഒന്നുമില്ല, ദ്രവിച്ച് പൊടിഞ്ഞു പോയിരിക്കുന്നു. പിന്നീട് പ്രശ്നം വിഷം അടിച്ച് മൊത്തം കവർ കെട്ടി പുറത്തും പോകാൻ 1 വർഷം. 1 വർഷം നമ്മള് യൂറോപ്പിലാകുമ്പോ അത് ചെയ്യണമല്ലോ, ഗ്യാസ് മുട്ട കവർ കെട്ടി വെച്ച്. അതിനുശേഷം ഈ 1.5 വർഷത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു സാധനം, ഒരുപാട് ഇമ്പോർട്ടന്റ് ടോണിയെ പോലെ എന്തായാലും കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ഇതൊരു 10-15% ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ സമയത്തിന്റെ പരിമിതി. അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കാരണം എനിക്കിത് എപ്പോഴെങ്കിലും ഒരിക്കലും ഇവിടെ വരുമ്പോൾ പറയണമെന്ന് വേണ്ടി ഞാൻ അവിടുത്തെ പല കാര്യവും ഞാൻ ഫൂട്ടേജ് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, ഓഡിയൻസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇവിടെ ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ വന്നിരിക്കുമ്പോ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് സമയമുണ്ട്. പക്ഷെ നീ കുറച്ചോളം കൂടെ കാണുമല്ലോ ഇവിടെ. ഉണ്ടാവും. നീ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ വെച്ചേരെ, നമുക്ക് അത് പറയാം. ഒരു ദിവസം ഞാൻ ഫോട്ടോസും വീഡിയോസും മാത്രമായിട്ട് കാണിച്ചോണ്ടൊരു ഇത് അത് ഉല്ലാസ് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഉല്ലാസിന്റെ എഡിറ്റിംഗിലാണ് എല്ലാം. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലൈവ് വെച്ചിട്ട് അത് സ്ക്രീൻ ഷെയർ അതാകുമ്പോ നീ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ പറയണ നീ എഡിറ്റ് ചെയ്തിട്ടേ നിന്റെ ഇട്ടിട്ട് നമുക്ക് നീ അത് നല്ല രസം. ഇവന്റെ യൂട്യൂബിലാ എവന്റെ ഇട്ടിട്ട് നമ്മളെ മറ്റേ ചാനലായിട്ട് കൊളാബറേറ്റ്. അങ്ങനെ എടാ നീ ഒരു കാര്യം ചെയ്യും, ഓൾഡ് സ്കൂൾ ബോയ്സ് എന്നത് പക്ഷേ ചെയ്യട്ടെ. നമ്മൾ സത്യം പറഞ്ഞ അങ്ങനെ ഒരു സാധനം അല്ലേ, നമുക്ക് അങ്ങനെ പോളണ്ടിലെ ബ്രാഞ്ച് അവൻ തുടങ്ങും. നിങ്ങൾക്ക് ആരെങ്കിലും എവിടെയെങ്കിലും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു സബ് ബ്രാഞ്ച് US കുറെ ഉണ്ട്. എന്നിട്ട് അവര് രക്ഷപ്പെടുമ്പോ നമ്മൾ ഓരോ രാജ്യത്തിലെ വിസിറ്റ് ചെയ്യാൻ വരും. നമ്മൾ ഈ മറ്റേ ഫൗണ്ടിങ് മെമ്പേഴ്സ് അല്ല ഫ്രാഞ്ചൈസി നല്ല രീതിയിൽ നോക്കാം. പിന്നെ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ. എനിക്കൊരു കാര്യം പറഞ്ഞു, ഈ എന്റെ വീഡിയോയിലെ പോസിറ്റീവ് എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് ഒരുപാട് നെഗറ്റീവ് സൈഡുകളും ഉണ്ട്. അന്ന് നിങ്ങൾ ഹാർഡ്ഷിപ്പുകളും നെഗറ്റീവ് സൈഡുകളും ഒരുപാടുണ്ട്. നിങ്ങൾ കാണില്ല. അപ്പൊ ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്കും തോന്നും ഓക്കെ അവിടെ പോയി ലൈഫ് സെറ്റ് ആവാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. ലൈഫ് സെറ്റ് ആവാതെ വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു തണുപ്പ് പറ്റാതെ, അസുഖം കാരണവും അല്ലാതെ പറ്റാതെ വീട് മിസ് ചെയ്ത് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. എനിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ചിലർ കാര്യമല്ല, ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപഴകി ജീവിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ട് നിങ്ങൾ എടുത്തിയാടി ഒരു പോക്ക് പോകരുത്. നല്ലോണം അറിഞ്ഞ് അവിടെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി. ജോലി കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്,
വിചാരിക്കണക്കല്ല, ഇച്ചിരി പാടാണ്. അക്സെപ്റ്റ് ചെയ്തിട്ട് പോകണം. കാരണം എടുപിടിയെന്ന് വേണ്ടി ഗൾഫിൽ പോകുന്ന അത്ര എളുപ്പമല്ല. അവിടെ പോയ റെഫറൻസിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം എളുപ്പമല്ല, ഗൾഫും ഇപ്പൊ എളുപ്പമല്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ അത് നീ പറഞ്ഞ ശരിയാണ്. പിന്നെ പെട്ടെന്ന് തിരിച്ചു വരാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചെറിയ ചെലവിൽ പോയിട്ട് ചെറിയ ചെലവിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യാൻ മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതേപോലെ ആയിരിക്കില്ല നമുക്ക് വേറൊരു സ്ഥലത്ത് പോകുന്നെങ്കിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ ലീഗലി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പലയിടത്തും. ആ ഒരു ഇതുണ്ട്. എന്നാലും നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയിട്ട് പോകാം. കാരണം പലരും ഒന്നും മനസ്സിലാക്കാതെ വരുന്നവർ ഒരുപാട് പേരവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നവരാണെങ്കിൽ നല്ലോണം അറിയാം നിങ്ങൾ കഷ്ടപ്പാട് കൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ആ കഷ്ടപ്പാട് കഴിഞ്ഞിട്ടേ നിങ്ങൾക്കൊരു നല്ലൊരു ഇതുണ്ടാവും, ഫുൾഫുൾ ഉണ്ടാവും. അത് ഗ്യാരണ്ടീഡ് ഒന്നും അല്ല, എന്നാലും ചിലപ്പോഴുണ്ടാവുള്ളൂ. ഇത് എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാ എത്തി. അപ്പം എല്ലാരും എത്താൻ ടൈം എടുക്കുന്നവരുണ്ട്, എത്തിപ്പെടാത്തവരുണ്ട്. അപ്പം പോകുന്നവര് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ടെങ്കിൽ മാക്സിമം നാട്ടില് ആസ്വദിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. അതേ ഞാൻ ഒരു ഓപ്ഷൻ പറയുന്നത്. എന്റെ അടുത്ത് അവിടെ നിൽക്കുമ്പോ ഇവിടെ എടാ നീയൊക്കെ സ്വർഗത്തിലാണ്ടാ, ഇഷ്ടമുള്ളപ്പോ ഫുഡ് എല്ലാരും നമ്മളുടെ അടുത്ത് പറയാം. അത് അങ്ങനെയാണ്, അത് പുറത്തുള്ളവർക്ക് അറിയാം. ഈ സ്വർഗത്തിൽ നിനക്ക് നിന്നൂടെ? നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതാണ്. ഈ പറഞ്ഞ കണക്ക് തന്നെ എല്ലാരും ഈ പലരും ഈ പ്രൊമോഷന് വേണ്ടിയും ഈ എഡ്യൂക്കേഷണൽ ഇതിന് വേണ്ടിയും ഒരുപാട് കാശ് പോകുന്നവരുണ്ട്. മനസ്സിലായില്ലേ? കാശ് പോകുന്ന ടീംസും ഉണ്ട്. അപ്പം എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യാം. മാക്സിമം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവര് വഴി, ഏജൻസി വഴി നോക്കുക. കാരണം ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതുവഴി ചെയ്യാൻ എളുപ്പമായിരിക്കും. കുറച്ചും കൂടെ അവര് പറയുന്ന പോയ ഒരാളുടെ റെഫറൻസ് വെച്ച് നമ്മൾ പോകുമ്പോൾ അവര് ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാം കാണും. കാശ് ഇവിടെ തന്നാൽ നമ്മളോട് വാങ്ങിയിട്ട് ഇങ്ങനെ പറയുന്നവരെ ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാതിരിക്കുക. കണക്ഷൻ നമ്മളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ പോളണ്ടിൽ പോകാൻ ആവശ്യമുള്ളവർ നമുക്ക് വേറെ ബോർഡിൽ വേറെ പയ്യന്മാരുണ്ട്. ഞാൻ പോയ സമയം നമ്മുടെ ടിനു വന്നിട്ടുണ്ട്. ടിനു പക്ഷെ എന്റെ 400 കിലോമീറ്ററോളം ദൂരെയാണ്. 400 പൗണ്ട് എന്തോ വാങ്ങിച്ചത്. 400 കിലോമീറ്റർ. അവൻ എനിക്ക് ക്രിസ്മസിന് മുമ്പേ മെസ്സേജ് അയച്ച. ക്രിസ്മസ് വരെ എന്നെ കൃത്യമായിട്ട് വിളിക്കായിരുന്നു. ക്രിസ്മസിന് മുമ്പേ ഒരു ദിവസം വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പിന്നെ ആളൊരു അനക്കവും ഇല്ല. പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് വിളിച്ചത്. അവൻ എനിക്കൊരു ക്ലാസ് ആയി, എക്സാം ഒക്കെ ആയെന്ന് തോന്നുന്നു. അവനെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെ കണ്ടത് അവനെ കാണാൻ 400 രൂപ. ഞാൻ ജോലി വാങ്ങി പോകണ്ടേ, 2 ദിവസത്തെ ട്രിപ്പ് ഉണ്ട് എനിക്കത്. ഇനി എപ്പോഴും പോകുമ്പോ കാണാം. ഞാൻ പറഞ്ഞു വാർസയിൽ വരുമ്പോ കാണാന്ന്. വാർസ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്, ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഞാൻ കുറച്ച് ഇപ്പുറത്തെ ജർമ്മനി ബോർഡറാണ്. ബോർഡറല്ല, ജർമ്മനിയോട് അടുത്താണ്. ഇതൊക്കെയാണ് നിന്റെ പോളണ്ട് എല്ലാത്തിയ വിശേഷങ്ങൾ. അതെ, എന്തായാലും നമുക്ക് അറിഞ്ഞതില് ഒരു തിന്നില്ലേ. അതെ, എനിക്ക് കുറച്ച് പറയാനുണ്ടായിരുന്നു. സമയപരിധിയുണ്ട്, അതുകൊണ്ട് ഇത്രയും നേരം എനിക്ക് അവസരം കൊടുക്കണോ ദാസ ആദ്യമേ പറഞ്ഞു. ദാസന് അതല്ല, ഇവൻ പോണേന് മുമ്പ് ഉണ്ടല്ലോ, പോണേന് മുമ്പ് ഇങ്ങനെ രാവിലെ ഇങ്ങനെ വിളിക്കുമല്ലോ, ഇങ്ങനെ സിനിമ അറ്റേത്. ഞാനും ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും വിളിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോഴും പയ്യൻ പക്ഷെ അതിന്റെ ഒരു ഇതുണ്ട്. ഇതുപോലും കിട്ടിയില്ല. അതുപോലും കിട്ടിയില്ല. പിന്നെ പോയി പെട്ടെന്നൊരു ഇതില് അവങ്ങ് പോയി. പിന്നെ ഇവനാണെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ നമുക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവിടെ പോയിട്ട് സ്ട്രഗിളും കാര്യങ്ങളും ആണല്ലോ. മറ്റേ ഇത് മറിച്ച് സ്ട്രഗിള് കാര്യങ്ങള്, പിന്നെ ഫുഡ് ഇപ്പോഴും കണ്ടിട്ടില്ലേ അത്. പക്ഷെ നമ്മള് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറെ പരിപാടി ഇല്ലല്ലോ. ഇപ്പോഴും ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഇതുണ്ട്, കണക്ഷൻ വിട്ടുപോയി. ഡേ ടു ഡേ ലൈഫില് എപ്പോഴും വിളിക്കണേയും ഇവൻ കാർ കൊണ്ടുവരണതും ഞാൻ ഇങ്ങോട്ട് പോകുന്നതും രാത്രി ലാലിലൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ വീട്ടിൽ പോകണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവൻ പോകുമ്പോഴേ ഇവന്റേതായിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മള് ഇതൊന്നും സ്ട്രഗിൾ ഇല്ല. നമ്മള് അതേ ചായക്കട, അതേ കോഫി ഹൗസ്, അതേ. സത്യം പറഞ്ഞ അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ പോയത്. അതിൽ നിന്നൊക്കെ ഒരു മാറണം. അതിന്നുള്ള മാറ്റമല്ല, അല്ലാതെ ഉള്ള ജോബും കാര്യങ്ങളും പറഞ്ഞില്ല. നീ ഇപ്പൊ
ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി നമുക്ക് സർപ്രൈസ് ചെയ്തില്ലേ അല്ലെ മുന്നേ സർപ്രൈസ് തന്നതാ. അങ്ങനെ കണക്കാക്കൂടെ? ഞാൻ നാളെ പോവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പോളണ്ടിൽ പോയി ഞാൻ ഒന്ന് ഫ്രീ ആയപ്പോ ദാസ് വിളിച്ചപ്പോ ദാസ് എന്നെ അറഞ്ചം പറഞ്ഞ ഈ കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറഞ്ഞു. അവന്റെ മനസ്സിൽ അത്രയും നാളായിട്ട് കിടന്നത് മൊത്തം അവങ്ങ് പറഞ്ഞു. എന്നെ ഇരുത്തി കരയിപ്പിച്ചവേ. ഞാൻ 2 ദിവസം കമ്പനി ചെയ്തത് ഇങ്ങനെ പണിയെടുത്തു. അവര് പോളണ്ടിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ അല്ല, പോളണ്ടിൽ സ്ട്രഗിൾ കഴിഞ്ഞ സമയത്ത് 1 വർഷം കഴിഞ്ഞിട്ട് അവനെ കരയിപ്പിച്ചടാ ഇത് പറഞ്ഞ്. എനിക്കത് വിഷമമായി പോയി. 1 വർഷം അല്ലല്ല, അതിന് മുമ്പേ അവനെ പോണതിന് മുമ്പേ എന്നെ നല്ലോണം പറഞ്ഞു. അതല്ല സംഭവം അല്ല, ഞാൻ അവനെ അത്രത്തോളം ഹർട്ട് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലുണ്ടായിരുന്നുള്ള അത്രയും ഡീപ്പായിട്ട് ഞാൻ അവനെ ഹർട്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം എനിക്ക് നല്ല വിഷമം വന്നു. ഞാൻ കരഞ്ഞു, എനിക്ക് വിഷമായി. ഇത്രയും ഇല്ല, അതുകൊണ്ട് വീണ്ടും പഠിച്ചല്ലേ. അല്ല, ഇവരുടെ തമ്മിലുള്ളൊരു ബോണ്ടിങ് എങ്ങനെയാണ് ഗൈസ്, അതുകൊണ്ടാണ് അവൻ ആ ഒരു. അതല്ല, ഇപ്പം സിനിമ കാണുന്ന തന്നെ ഇപ്പം നിങ്ങളൊക്കെ സെലക്റ്റീവ് അല്ലേ സിനിമയില്. അപ്പഴേ ഇവനാണെങ്കിൽ ഏതെങ്കിലും കൂതറ പടമായാലും എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ പടം കാണണം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഏത് പടം അത്രേ ഉള്ളൂ. അങ്ങനല്ല, ഞാൻ സമയം പോകാനല്ല, ഓരോ പുതിയ പടങ്ങൾ കറങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഇവൻ പറഞ്ഞ ഇതിന് പോയി. മറ്റേ പടം ഉണ്ടല്ലോ, അല്ലല്ല അത് വേണ്ട, അത് നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റേ ഏതുണ്ടല്ലോ, മറ്റേ മുഞ്ചിയ അങ്ങനെ കുറച്ച് പടങ്ങൾ നല്ല പടമായിരുന്നു. ഞങ്ങൾ ഇരുന്നു പോയി അവസാനം വരെ ഇരുന്നു പോയി. ഏത് കാണിച്ചിട്ട് ഞങ്ങൾ ഇരുന്നു. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പടങ്ങളായാലും ഞങ്ങൾ പോയി കണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ഇതായിരുന്നു. വേറെ പരിപാടിയൊന്നും ഇല്ലാത്തോണ്ട് പോയപ്പോഴത്തേക്കും അപ്പോഴും പെട്ടെന്ന് ഒരാള് പോകുമ്പോഴ് നമുക്ക് ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഓയിടുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മളെ റൊട്ടീൻ അല്ലേ അത്. അല്ല, ശരിക്കും നമുക്കൊരു വിഡ്രോയൽ വരും. നമ്മളെ റൊട്ടീനാണ് അത് മൊത്തത്തിലൊരു. നീ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. കുറച്ച് നേരത്തെ ഒരു ക്ലൂ എടുത്തിരുന്നെങ്കിൽ ഞാൻ 1 മാസം മുമ്പാണ് പറഞ്ഞത് പോണേന്. 1 മാസം 1.5 മാസം മുമ്പേ. എല്ലായിടത്തും പറയും പോലെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഒരുമിച്ച് സഹയാത്രികനോട് കാണിക്കേണ്ടത്. അല്ല, നിനക്ക് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്ന് അവൻ അറിഞ്ഞുകൊണ്ടായിരുന്നു. എങ്കിൽ അവൻ പ്രിപ്പയർ ആയ ഈ വോയിഡിന്റെ സാധനം എന്തെങ്കിലും പക്ഷെ ആ ഒരു ചെറിയൊരു സാധനം അത്രേ ഉള്ളു. അത് വലിയൊരു സാധനമൊന്നും അല്ല. അത് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അത് മറന്നു നമ്മള് ഓരോ ഘടകം അത്രയായിട്ടേ കാണുന്നുള്ളൂ. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ വിശേഷങ്ങൾ. ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, അപ്പൊ എല്ലാരും അനുഗ്രഹിക്കണം. അതെ, നമ്മളൊരു തുടക്കമാണിത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനും ഒരുപാട് ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് ഞാനും പോഡ്കാസ്റ്റ് ഉണ്ട്. എനിക്ക് അതിന്റെ ആദ്യം നെർവസ്നെസ് ഉണ്ട്, ഒരുപാട് തെറ്റുണ്ട്. പിന്നെ ഉല്ലാസിനായാലും സീസൺ തുടങ്ങിയ ടെൻഷൻ ഉണ്ട്. കണ്ടില്ലേ, ചാർജ് ചെയ്യാൻ മറന്നു. കുറവൊന്നുമില്ല, ആരും മോശക്കാരല്ല. അപ്പൊ എന്തായാലും ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ്. നിങ്ങൾ അതിലുള്ള നമ്മളെ ഈ പോഡ്കാസ്റ്റിലെ പല പല മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് നിങ്ങളെ ഇതും വെച്ചിട്ട് ഒരു കമന്റ് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ലൈവ് ഇതിപ്പോ ഫുൾ വേറൊരു വ്യൂലായിരിക്കുമല്ലോ കാണാം. ഇത്ര നാൾ കണ്ടതുപോലെ അല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് പറയാ. പിന്നെ അവന്റെ പോളണ്ട് രാത്രി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതിലേക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടോണിക്ക് വളരെ നമ്മളിപ്പോ ടോണി കാര്യം മാത്രം പറഞ്ഞോളൂ. അതേപോലത്തെ ഒരുപാട് പേരുണ്ടും വിട്ടുപോയതല്ല, സമയപരിമിതി മൂലം പറയാൻ പറ്റാത്ത. പക്ഷെ നമ്മള് പിന്നീട് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും പറയാം, ഓർത്തെടുക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അടിപൊളി എപ്പിസോഡാണ് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി അടിപൊളി എപ്പിസോഡുകൾ നമ്മളെ പൈപ്പ് ലൈനിലുണ്ട്, ചൂടപ്പം വരുന്നതായിരിക്കും. ഇനി നമ്മൾ കുറച്ച് ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിപ്ലൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അവിടെ എത്തി കാണൂലായിരിക്കും, അതെ. അപ്പോൾ ഈ ഒരു അടിപൊളി പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, പിന്നെ ഹൈപ്പ് കൂടെ ചെയ്ത് അപ്പോൾ അടിപൊളി പോഡ്കാസ്റ്റ് വരുന്നതായിരിക്കും. ബൈ. ബൈ. അത് മതി.